ഹലോ വെൽക്കം ടു എക്സാമിനർ ഫാമിലി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എക്സാമിൻ്റെ ദിവസമാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു ബൂസ്റ്റർ നമ്മളൊന്ന് പൊടി തട്ടി എണീപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഒരു മോർണിംഗ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമുക്ക് സെറ്റ് ആക്കണം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിന്ന് വളരെ സെറ്റായിട്ട് ഏകദേശം ഒരു മണിക്കൂർ, ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിരിക്കും, ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റും കേട്ടോ. ആരും ടെൻഷൻ അടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടും. ഓക്കെ, നമ്മളെ നൽകിയിട്ടുള്ള ക്ലാസ് എല്ലാവരും കൃത്യമായിട്ട് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് ഫുൾ മാർക്ക് എല്ലാവർക്കും ലഭിക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. നമ്മൾ നേരെ ക്ലാസ്സിൽ നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകും കേട്ടോ. യെസ്, നോക്കൂ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ രണ്ടാമത്തത് യൂസേഴ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ പാർട്ടീസ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് കൈൻഡ്സ് ഓഫ് അക്കൗണ്ട് ഇൻഫോർമേഷൻ, അതുപോലെ ഇമ്പോർട്ടന്റ് ടേംസ് വിട്ടതാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ഫസ്റ്റ് എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് അല്ലെ. ഒന്നാമത്തെ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഒന്നാമത്തെ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ്സ് ഓഫ് ദി ബിസിനസ് അല്ലെ. രണ്ടാമത്തതോ ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ഒന്ന്, ബിസിനസിന്റെ ബുക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ടാമത്തത് കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭവും നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ലാഭവും നഷ്ടം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുക, ആ ബിസിനസിന്റെ പണപരമായിട്ടുള്ള പൊസിഷൻ എന്താണെന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫോർമേഷൻ ടു വേരിയസ് പാർട്ടീസ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടല്ലോ, പിന്നെ ഓണർ, മാനേജ്മെന്റ്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 3 മാർക്കിനോ 4 മാർക്കിനോ ഈ ചോദ്യം ഉണ്ടായിരിക്കും, ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാ നോക്കൂ, അടുത്ത ഭാഗത്ത് നമ്മൾ പാർട്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ്ങിന്റെ ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്ന യൂസേഴ്സ് ആരൊക്കെ അല്ലെങ്കിൽ പാർട്ടീസ് ആരൊക്കെ എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഇൻഫോർമേഷൻ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവരാരൊക്കെ എന്നാണ് പറയുന്നത്. നോക്കി, അതിൽ ഒന്നാമത്തത് ഓണർ. ഒന്നാമത്തെ ആരാണ്? ഓണർ. അതുപോലെ തന്നെ മാനേജ്മെന്റ്, എംപ്ലോയീസ്. നമ്മൾ പറയുന്നത് എന്താണ്? മിയാവ് എന്ന് പറയും, മിയാവ്. ഓക്കെ, ഓണർ, മാനേജ്മെന്റ്, എംപ്ലോയീസ്, ഇവരാണ് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഓണർ, മാനേജ്മെന്റ്, എംപ്ലോയീസ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പാർട്ടീസ് ആരൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഗവൺമെന്റ്, റിസർച്ചേഴ്സ്, കസ്റ്റമേഴ്സ് അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനവുമായി ഏറ്റവും അടുത്തുള്ള ആളുകളാണ്, ബിസിനസ് സ്ഥാപനത്തിന് ഉള്ളിലുള്ള ആളുകളാണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ബിസിനസിന്റെ പുറത്തുള്ള ആളുകളാണ് അല്ലെ, ബിസിനസ്സുമായി ബന്ധം ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ മാനേജർ ചിലപ്പോൾ ഫിനാൻസ് മാനേജർ, അതുപോലെ തന്നെ പർച്ചേസ് മാനേജർ, സെയിൽസ് മാനേജർ എന്നൊക്കെ തരുമ്പോൾ അത് ഏതേക്കാരം? നമ്മുടെ ഇന്റേണൽ യൂസേഴ്സേക്കാരം കേട്ടോ. അതോടെ ഓർത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും കേട്ടോ, മാറിപ്പോകരുത്. അടുത്ത് നോക്കൂ, അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, നോക്കൂ. അപ്പം ഇത് പരീക്ഷയ്ക്ക് ഇവിടെ ഞാൻ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, റിലയബിലിറ്റി, കമ്പയറബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്. ഏതൊക്കെയാണ്? റിലയബിലിറ്റി, അതുപോലെ തന്നെ കമ്പയറബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതുപോലെ തന്നെ റെലവൻസ് അല്ലെ. ഇതാണ് എന്ത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നിങ്ങൾ ഓർത്ത് വെക്കണം, ഇത് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ജസ്റ്റ് 4 പോയിന്റ് എഴുതിക്കുക. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യുക. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻഫോർമേഷൻ ഷുഡ് ബി റിലയബിൾ, ആ ഇൻഫോർമേഷൻ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ കമ്പാരബിലിറ്റി എന്താണ്? ദ ഇൻഫോർമേഷൻ should be compared with other firms. മറ്റ് ഇൻഫോർമേഷനുമായിട്ട് ഇൻഫോർമേഷൻ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ അണ്ടർസ്റ്റാൻഡബിലിറ്റി അല്ലെ, ദ ഇൻഫോർമേഷൻ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ടു ഹൂം ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ആരിലേക്കാണോ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് ഇത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതുപോലെ റെലവൻസ്, ദ ഇൻഫോർമേഷൻ ഷുഡ് ബി അവൈലബിൾ ഇൻ ടൈം. ഇൻഫോർമേഷൻ കൃത്യസമയത്ത് ലഭ്യമായിരിക്കണം. ഇതാണ് ഇതിന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അപ്പൊ മാർക്ക് മെസ്സേജ് ചെയ്ത മക്കളെ, മാർക്ക് എത്രയാണോ മാർക്ക് ഉള്ളത്, 2 മാർക്കാണെങ്കിൽ 4 പോയിന്റ് ജസ്റ്റ് എഴുതിക്കുക. 4 മാർക്ക് ഉണ്ടെങ്കിൽ ആ 4 പോയിന്റ് ഒന്ന് വിശദീകരിച്ച് ചെയ്ത് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കും കേട്ടോ. 6 മാർക്ക് ഈ പാഠത്തുനിന്നുണ്ടാവും. അതിൽ ഏതാണ് ഷുവറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. ഇതാ നോക്കൂ, ഇനി
ഇമ്പോർട്ടന്റ് ടേംസ്, പ്രധാനപ്പെട്ട ടേംസ് എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദ ബിസിനസ്. ഒരു ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ഓർ മണീസ് വർത്ത് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ടു ദ ബിസിനസ്. ഒരു ഓണർ ബിസിനസ് സ്ഥാപനത്തിലേക്ക് നിക്ഷേപിക്കുന്ന പണത്തിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് or other assets withdrawn by the owner for his personal use. പിന്നെ ഒരു ഓണർ പിന്നെ അയാളുടെ സ്വന്തം ആവശ്യത്തിനായി പേഴ്സണൽ യൂസിനായിട്ട് ബിസിനസ്സിൽ നിന്ന് പണമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും സാധനം, പണം തന്നെയാണെന്നില്ല, എന്തും ആകാം. അപ്പൊ എന്താണ്? പണമോ അതുപോലെ തന്നെ അസറ്റ്സോ ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നതിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്, അതായത് പിന്നെ ചിലവിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് മക്കളെ നമ്മൾ എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അടുത്ത നോക്കൂ, ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താ ക്ലോസിംഗ്? ദ അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡ്, ഒരു പിന്നെ വർഷാവസാനം ഒരു സ്ഥാപനത്തിൽ വിൽക്കാതെ നിൽക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് എന്ത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അല്ലേ? അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരിയഡ്. അതുപോലെ തന്നെ എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഫോർ ഏർണിംഗ് റവന്യൂ. എന്തെങ്കിലും റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി, വരുമാനം കിട്ടാൻ വേണ്ടി ഒരു സ്ഥാപനം ചെലവാക്കുന്ന, ഒരു സ്ഥാപനം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പണത്തിന് പറയുന്ന പേരാണ് മക്കളെ എന്ത്? പിന്നെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഡെപ്റ്ററും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആ ഡെപ്റ്ററും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഡെപ്റ്റർ, ക്രെഡിറ്റേഴ്സ് ഒക്കെ അല്ലേ? എന്താ? എ പേഴ്സൺ ഓർ ഫേം ഹു ഓസ് മണി ടു ബിസിനസ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അയാൾ ബിസിനസ്സിന് പണം നൽകാനുണ്ട് അല്ലെങ്കിൽ ബിസിനസ്സിന് പണം തരാനുണ്ട്. ബിസിനസ്സിന് പണം തരാനുള്ള വ്യക്തികളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പണം തരാനുള്ള വ്യക്തികളെ പറയുന്ന പേരാണ് ഡെപ്റ്റേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് നോക്കി. ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഓർ ഫേം ടു ഹൂം ദ ബിസിനസ് ഓസ് മണി കേട്ടോ. ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് പൈസ കൊടുക്കാനുള്ള, ബിസിനസ് പണം നൽകാനുള്ള, പിന്നെ ബിസിനസ് പണം കൊടുക്കാനുള്ള ആളുകളെ പറയുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ തരാണെങ്കിൽ പോലെ ഡെപ്റ്റേഴ്സും, ബിസിനസ് അങ്ങോട്ട് കൊടുക്കാണെങ്കിൽ പോലെ എന്ത് പറയും? ക്രെഡിറ്റേഴ്സ് എന്നും പറയും. അതാണ് പ്രധാനപ്പെട്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പൊ ആ ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അസറ്റുകൾ ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ് ആണ് പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ. അതിന്റെ ഉദാഹരണമാണ് അല്ലെ? പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, അതുപോലെ തന്നെ ബിൽഡിങ്, പിന്നെ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടർ, അക്വഗാർഡ് അല്ലെ? ഇതൊക്കെ എന്താണ്? പിന്നെ ഏതാണ്? ടാഞ്ചിബിൾ അസറ്റ്. നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന അസറ്റ് എന്ന് പറയുന്ന പേരാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്ക് കാണാൻ പറ്റാത്ത അസറ്റ് ഏതൊക്കെയാണ്? ഗുഡ്വില്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് അല്ലെ? ഇതൊക്കെ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. പിന്നെ ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ട് അല്ലെ? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ അസറ്റ് അല്ല, പക്ഷെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചില ടെക്നിക്കൽ റീസൺ കാരണം നമ്മൾ അക്കൗണ്ടിങ്ങിൽ അസറ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. അത്തരം അസറ്റിനെ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാം അല്ലെ? അതിന്റെ എക്സാമ്പിൾ പഠിച്ചേക്കണം. ഒന്നെന്താണ്? പ്രിലിമിനറി എക്സ്പെൻസ്, പ്രാരംഭ ചെലവുകൾ. ഒരു ബിസിനസ് തുടങ്ങുമ്പോഴാണ് ചെലവാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അതുപോലെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ. അപ്പൊ ഏതെങ്കിലും പിന്നെ രണ്ടെണ്ണം ഓർത്ത് വെക്കുക. എന്താണ്? ഒന്ന് പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ കേട്ടോ. പിന്നെ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ മൈൻസ്, കോറീസ്, ഓയിൽ ഫീൽഡ്, ഇതൊക്കെയാണ് വേസ്റ്റിംഗ് അസറ്റിന് ഉദാഹരണങ്ങൾ. അപ്പൊ ആ ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ പിന്നെ അസറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഫിക്സഡ് അസറ്റിനെ 4ആയി തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ അസറ്റാണ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിൽ നമ്മൾ ഷോർട്ട് ടേം പിന്നെ പീരീഡിന് ഉപയോഗിക്കുന്നതാണ് കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പറയുമ്പോൾ ലോങ് ടേമിന് ഉപയോഗിക്കുന്നതാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലെ? പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇതൊക്കെ ഏതാണ്? അതുപോലെ തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ എന്താണ്? കറന്റ് അസറ്റിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെ എന്താണ്? കറന്റ് അസറ്റ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തത് കറന്റ് ലാബിലിറ്റിക്ക് ഉദാഹരണമാണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, BOD എന്ന് പറയും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. ഓക്കെ, ഇതൊക്കെ ഏതിന് ഉദാഹരണങ്ങളാണ്? കറന്റ് ലാബിലിറ്റിക്ക് ഉദാഹരണം. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും ഏതാണ്? കറന്റ് ലയബിലിറ്റി ആണ്. എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഇനി ഫിക്സ്ഡ് ലാബിലിറ്റി പറഞ്ഞാൽ ലോങ് ടേം ലാബിലിറ്റിക്ക്, ദീർഘകാലത്തിനുള്ള ബാധ്യത അല്ലെ? അതേതൊക്കെയാണ്? ലോങ് ടേം ലോണ്, ഡിബഞ്ചർ, ബോണ്ട്. അതൊക്കെയാണ് ഏതിൽ വരുന്നത്?
നമ്മുടെ പിന്നെ ലാബിലിറ്റി അതുപോലെ അസറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളോട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ള. ഒന്നാമത്തെ ചാപ്റ്ററിൽ അത്രയും കാര്യമാണ് പറയാനുള്ളത് കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ എടുക്കുക, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് അല്ലേ, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അത്രയും ഭാഗങ്ങളോട് ഓർത്ത് വെക്കുക. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കൺവെൻഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. നോക്കി ഏതൊക്കെയാണ്? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കോൺസെപ്റ്റ്, ഡുവൽ അസറ്റ് കോൺസെപ്റ്റ്, മണി മെഷർമെന്റ്, കൺസർവേറ്റിസം, മാച്ചിങ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലേ. ഇനിയുണ്ട് റവന്യൂ റിയലൈസേഷൻ ഉണ്ട്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലേ, ടൈം ലൈൻസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ നോക്കുക എന്താണ് അത് ഗ്യാപ്പ് എന്താ നോക്കുക. ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പിന്റെ ഫുൾ ഫോം എന്താ മക്കളെ? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ. എന്താണ് ഗ്യാപ്പ് എന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇതാണ്, ഇറ്റ് ഈസ് ദ റൂൾസ് ഓർ റെഗുലേഷൻസ് ആൻഡ് ഗൈഡ്ലൈൻസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിംഗ് റിപ്പോർട്ട്സ് termed as gap. അല്ലെങ്കിൽ it is the rules and regulations how to record accounting transaction. അക്കൗണ്ടിങ്ങിന്റെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ റിപ്പോർട്ടുകൾ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുന്ന പേരാണ് എന്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഓർത്ത് വെക്കുക. ഗ്യാപ്പ് അതിന്റെ ഫുൾ ഫോമും ഓർത്ത് വെക്കുക മക്കളെ. ഇനി എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആയിരിക്കും. ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. ഓണറുടെ പേഴ്സണൽ കാര്യങ്ങൾ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതിന് പറയുന്ന പേരാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ് ഓക്കെ നോക്കി, ഓണർ ആൻഡ് ബിസിനസ് ആർ സെപ്പറേറ്റ് അല്ലെ. അതുപോലെ ദ പേഴ്സണൽ അഫയേഴ്സ് ഓഫ് ദി ഓണർ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദി ബിസിനസ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ നെയിൽ ഉൾപ്പെടാൻ പാടില്ല, ബിസിനസ്സിൽ ഉൾപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ഓണർ ആൻഡ് ബിസിനസ് ഹാവ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഓണർക്കും ബിസിനസ്ക്കും എന്തുണ്ട്? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ഇസ് എ ലയബിലിറ്റി. ഇത് പ്രകാരം ക്യാപിറ്റൽ എന്താണ്? ലയബിലിറ്റി. അപ്പോൾ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണെന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് ആണ് മക്കളെ എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗോയിങ് കോൺസെപ്റ്റ്. ഗോയിങ് കോൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണ്? ദ ബിസിനസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. ദർ ഇസ് നോ എൻഡ് ഫോർ ദി ബിസിനസ് ഇൻ ദി നിയർ ഫ്യൂച്ചർ. ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, ബിസിനസ്സിന് അവസാനമില്ല. ബിസിനസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. There is no end for the business in the near future. ഈ അടുത്ത കാലത്തൊന്നും ബിസിനസ്സിന് എന്തില്ല? അവസാനമില്ല. ബിസിനസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. There is no end for the business in the near future is called എന്താണ്? പിന്നെ ഗോയിങ് കോൺസെപ്റ്റ് എന്ന് പറയും കേട്ടോ. then അതുപോലെ തന്നെ അടുത്ത് നോക്കി മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അല്ലേ. ആ പേരിൽ മണി അല്ലെ. മണിന്റെ ട്രാൻസാക്ഷൻ, പണത്തിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതിന് പറഞ്ഞ പേരാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓൺലി റെക്കോർഡ് മണി ട്രാൻസാക്ഷൻസ് അല്ലെ. പണത്തിന്റെ ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. നോട്ട് റെക്കോർഡ് സ്കിൽ ആൻഡ് എബിലിറ്റി ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനുള്ള സ്കില്ലുകളോ എബിലിറ്റിയോ കഴിവ്, എംപ്ലോയീസിന്റെ കഴിവ് അതൊന്നും ഇതിലെന്തെങ്കിലും റെക്കോർഡ് ചെയ്യൂല അല്ലെ. ബിസിനസ് ഹാസ് എ ഓക്കെ. പിന്നെ അതാണ് പിന്നെ എന്തെന്ന് പറയുന്നത് പിന്നെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അടുത്തത് എന്താണ്? പിന്നെ അടുത്തൊരു ടൈം ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ അക്കൗണ്ടിങ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തികളുടെ കഴിവ് അല്ലെങ്കിൽ പിന്നെ അതിനാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുണം. അതൊന്നും ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ്. അത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പണത്തിന്റെ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന പറയുന്ന പ്രിൻസിപ്പിൾസിന് പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയാം നമ്മൾ അതിന് പറയുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയാ? മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇനി അടുത്ത് നോക്കി ഡുവൽ ആസെറ്റ് കോൺസെപ്റ്റ് അല്ലേ. എന്താണ്? എവറി ട്രാൻസാക്ഷൻ വിൽ ഹാവ് ടു ആസ്പെക്ട്. എല്ലാ ട്രാൻസാക്ഷനും എന്തുണ്ട്? രണ്ട് ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്? ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ. എവറി ട്രാൻസാക്ഷൻ ഹാവ് പിന്നെ ടു പിന്നെ ആസ്പെക്ട്സ് അല്ലെ, രണ്ട് ഭാഗങ്ങളുണ്ട്. അതൊക്കെയാണ് ഡെബിറ്റും ക്രെഡിറ്റും അല്ലെ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഉണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ് മക്കളെ? ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഡുവൽ ആസെറ്റ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മറ്റ് ഇക്വേഷൻ അറിയാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് capital, liability is equal to asset minus capital, capital is equal to asset minus liability. ഇതാണ് ഈ മൂന്ന് ഇക്വേഷൻ. ആ ഇക്വേഷൻ അവിടെ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? കമ്പയർ എക്സ്പെൻസസ് വിത്ത് റവന്യൂ ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസും അതുപോലെ തന്നെ റവന്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. എക്സ്പെൻസും റവന്യൂ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മക്കൾ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ട് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ് അല്ലെ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് എക്സ്പെൻസ്. അതായത് റവന്യൂ എക്സ്പെൻസ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും. ഇത് ഏത് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ്? മാച്ചിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ് മക്കളെ. അത് അവിടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതാണ് പ്രിൻസിപ്പിൾസ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത് നോക്കി കൺസർവേറ്റിസം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കൺസർവേറ്റിസം എന്ന് പറയുന്നത്. ഓക്കെ,
മക്കളെ നമുക്ക് വേറെ ഇതിന് സമയമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. അപ്പോൾ നമ്മൾ വേറെ ടോക്കിംഗ് ഒന്നും നിങ്ങൾ പിന്നെ ചാറ്റ് ചെയ്യുമ്പോഴൊന്നും അതിന് കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് നിങ്ങളേക്ക് ഈ സാധനമൊക്കെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് വേറെ വർത്താനത്തൊന്നും നിൽക്കാതെ കേട്ടോ. യെസ്, ഓക്കെ. നോക്കൂ, ഇനി എന്താണ് കൺസർവേറ്റീവ്സ്? എന്താ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് ആൾസോ ആൻറ്റിസിപ്പേറ്റ് ലോസ് അല്ലേ. ബിസിനസ്സിൽ ലാഭം മാത്രം കണ്ടാൽ പോരാ, നഷ്ടം പാഠം മുൻകൂട്ടി കാണും. ബിസിനസ്സിൽ നമ്മൾ ലാഭം മാത്രം ആൻറ്റിസിപ്പേറ്റ് ചെയ്താൽ പോരാ, നഷ്ടം പാഠം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതിന് പറഞ്ഞ പേരാണ് കൺസർവേറ്റിസം. ഇതിൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള സാധനമാണ് എന്ത്? കൺസർവേറ്റിസം അല്ലെ. ആന്റിസിപ്പേറ്റിംഗ് നോ പ്രോഫിറ്റ്, പ്രൊവൈഡിംഗ് ഓൾ പോസിബിൾ ലോസ് അല്ലെ. എന്താണ്? പ്രോഫിറ്റ് മാത്രം ആന്റിസിപ്പേറ്റ് ചെയ്താൽ പോരാ, നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? ആന്റിസിപ്പേറ്റ് ചെയ്യണം. അതിന് പറയുന്ന പേരാണ് എന്ത്? പിന്നെ കൺസർവേറ്റിസം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് or market price whichever is less. Closing stock is valued at cost price or market price whichever is less. ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസർവേറ്റിസവുമായി ബന്ധപ്പെട്ടതാണ്. അത് കാണും ചോദ്യത്തില്, മാച്ച് ദ ഫോളോയിങ്ങിൽ കാണും. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് whichever is less. ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടോ ചിലതാണ് കൺസർവേറ്റിസവുമായി ബന്ധപ്പെട്ടതാണ്. പോളിസി ഓഫ് സേഫ് അല്ലെങ്കിൽ സേഫ് പോളിസി എന്നറിയപ്പെടുന്ന ഏതാണ്? കൺസർവേറ്റിസം. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അല്ലെ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ കിട്ടാക്കടത്തിന് വേണ്ടി പൈസ മാറ്റിക്ക് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയാം. ഇങ്ങനെ കിട്ടാക്കടത്തിന് വേണ്ടി പൈസ മാറ്റിക്കുന്നത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൺസർവേറ്റിസവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്താണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോളോ സെയിം അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇയർ ആഫ്റ്റർ ഇയർ. എല്ലാ വർഷവും ഒരേ മെത്തേഡ് ഫോളോ ചെയ്യും. നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്തെങ്കിലും ഒരു മെത്തേഡുകൾ, എന്തെങ്കിലും ഒരു പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു രീതികൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എല്ലാ വർഷവും എന്തായിരിക്കണം? സെയിം മെത്തേഡ് ഫോളോ ചെയ്യണം. ഫ്രീക്വന്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി ആർ നോട്ട് അഡ്വൈസബിൾ. നമ്മൾ ഇടയ്ക്കിടെ മാറ്റാൻ പാടില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാജുവലി നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ബെറ്റർ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അതിന് പറയുന്ന പേരാണ് എന്ത്? ഇപ്പൊ നമ്മൾ ഡിപ്രീസിയേഷനിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഒരു വർഷം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഒരു വർഷം സ്ട്രൈറ്റ് ലൈൻ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാ വർഷവും ഒരേ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അതിന് പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? പിന്നെ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ ഓക്കെ, അടുത്തത് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ അല്ലേ. ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടി, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എവിഡൻസോട് കൂടി റെക്കോർഡ് ചെയ്യണം. എവിഡൻസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? റെക്കോർഡ് ചെയ്യാൻ പാടില്ല. എന്ത് ട്രാൻസാക്ഷൻ ബിസിനസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് എന്ത്? ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ്. ഫ്രീ ഫ്രം ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എഴുതാൻ പാടില്ല. ബയാസിൽ നിന്ന് മുക്തമായിരിക്കണം. നമ്മൾ എന്താണോ ബില്ലുള്ളത് ആ കാര്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള എഴുതിക്കാൻ പാടില്ല. അതിന് പറയുന്ന പേരാണ് എന്ത്? ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലേ. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? സെയിൽസ് ഇൻവോയ്സ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വൗച്ചർ, റിസീപ്റ്റ്സ്, ഇതൊക്കെ ഡോക്യുമെന്റിൽ പെട്ടതാണ് അല്ലേ. ഓക്കെ, ക്യാഷ് മെമ്മോ അതൊക്കെ എന്താണ്? സോഴ്സ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. പിന്നെ ഇനി ഇവിടെ പറയാതെ മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുക. അൺഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ഒക്കെ എന്ത് ഒഴിവാക്കുക. ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്താൽ മതി. പിന്നെ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഇൻഫോർമേഷൻ ഒക്കെ ഒഴിവാക്കുക. അതിനാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അല്ലേ. എന്താ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ബിസിനസ്സിലെ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ അക്വിസിഷൻ വാല്യൂവിൽ റെക്കോർഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ അക്വിസിഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയ വില, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എക്സ്പെൻസ് ഉണ്ടോ, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ, അതിന്റെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് മൊത്തം കൂട്ടിയിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. അതിന് പറഞ്ഞ പേരാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കരസ്ഥമാക്കിയ വിലയിൽ രേഖപ്പെടുത്തണം. കരസ്ഥമാക്കിയ വില എന്ന് പറഞ്ഞാൽ അതിന്റെ പർച്ചേസ് പ്രൈസ് ഉണ്ടാവും, അത് വാങ്ങിയ വില പർച്ചേസ് പ്രൈസ് ഉണ്ടാവും, പ്ലസ് ഇൻസ്റ്റാളേഷൻ ചാർജ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, അതുപോലെ തന്നെ ട്രാവൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുണ്ടാവും. ഇങ്ങനെ എല്ലാ എക്സ്പെൻസും ഉൾക്കൊള്ളുന്നതാണ് എന്ത്? അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ഓക്കെ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം നമുക്ക് ഫസ്റ്റ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൽ പറയുന്ന മറ്റൊരു പിന്നെ നോക്കി എന്താണ് IFRS ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ആ ഫോം ഓർത്ത് വെക്കട്ടെ. IFRS ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അത് ഓർത്ത് വെക്കുക മക്കളെ. ദെൻ ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്, ട്രാൻസാക്ഷനിൽ പറയാനുള്ളത് ഈ രണ്ടാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പൊ അതിന് എന്തായാലും ഒരു 6 മാർക്കിന്റെ ഒരു 5 മാർക്കിന്റെ ചോദ്യം അക്കൗണ്ട് പ്രിൻസിപ്പിൾ ഉണ്ടാവും. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. യെസ്, അത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ എടുക്കാണ്. മൂന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ
ജേണൽ. എന്താ ജേണൽ? ജേണൽ ഈസ് എ പ്രൈമറി ബുക്ക് ഇൻ വിച്ച് ഓൾ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ് അല്ലേ. ജേണൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി ബുക്കാണ്, എല്ലാ ട്രാൻസാക്ഷനും ഫസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് പറഞ്ഞ പേരാണ് ജേണൽ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ജേണൽ. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ജേണലൈസിംഗ് എന്ന് പറയുന്നത്. ജേണലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് പിന്നെ എൻട്രീസ് ഇൻ ദി ജേണൽ ഈസ് കോൾഡ് എന്താണ്? ജേണലൈസിംഗ് എന്ന് പറയും. അത് ഓർത്തു കേട്ടോ. ഓക്കെ. പിന്നെ ലെഡ്ജർ. എന്താ ലെഡ്ജർ എന്ന് പറഞ്ഞാല്? കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. ഒരുപാട് അക്കൗണ്ടുകൾ കൂടിയാണ് മക്കൾ നമ്മൾ എന്ത് പറയുന്നത്? ലെഡ്ജർ എന്ന് പറയും. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇസ് എ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും കേട്ടോ. എന്താ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്? പോസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദി ലെഡ്ജർ. ലെഡ്ജറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? പോസ്റ്റിംഗ്. ജേണലിൽ എഴുതുന്നതിന് ജേണലൈസിംഗ് എന്നും ലെഡ്ജറിൽ എഴുതുന്നതിന് എന്താ പറയും? പോസ്റ്റിംഗ് എന്നും പറയും. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കട്ടോ. യെസ്. ഓക്കെ. ഇനി നമ്മൾ പിന്നെ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് നോക്കൂ. അടുത്തത് പിന്നെ നമ്മളിവിടെ ഒരു ട്രാൻസാക്ഷൻ ഗിവ് ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. പാലക്കാടുള്ള ഒരു കമ്പനിയാണ്. പിന്നെ എന്ത് ചെയ്തു? പർച്ചേസർ മെഷീനറി വാങ്ങില്ലേ. കണ്ണൂരിൽ എന്ന് പറഞ്ഞത് പാലക്കാട് തന്നെയാണ്. അപ്പൊ പർച്ചേസ് ചെയ്തു. അപ്പം പർച്ചേസ്ഡ് എന്താ? മെഷീനറി വാങ്ങുമ്പോൾ എന്താ എൻട്രി? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് നമ്മൾ സാധാരണ എൻട്രി ചെയ്തുമ്പോൾ ചെയ്ത മെഷീനറി അക്കൗണ്ട് ടു ക്യാഷ് എന്ന് ചെയ്താൽ. പക്ഷെ ഇവിടെ എന്തുണ്ട്? GST ഉണ്ട് അല്ലെ. SGST ഉണ്ട്, CGST ഉണ്ട്. ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതാണ്? പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ആണ് അല്ലെ. ഇൻപുട്ട് പിന്നെ CGST ഇൻപുട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുക ഇൻപുട്ട് CGST അതുപോലെ തന്നെ ഇൻപുട്ട് SGST. ഓക്കെ. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓർത്ത് വെക്കുക. പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്? ഇൻപുട്ട് ആണ്. അതുപോലെ സെയിൽസ് ചെയ്യുമ്പോൾ ഏതാണ്? ഔട്ട്പുട്ട് ആണ് കേട്ടോ. സെയിൽസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് മാറിപ്പോകരുത് കേട്ടോ. യെസ്. ഓക്കെ. നമുക്ക് എമൗണ്ട് കൊടുക്കണം. എമൗണ്ട് നോക്കൂ. മെഷീനറിന്റെ വില എത്രയാണ്? 90,000 രൂപക്കാണ് വാങ്ങി. 90,000 വാങ്ങി. അതുപോലെ 10%, അതിന്റെ 9% എന്തുണ്ട്? 9% അല്ലെ. അതിന്റെ 9% എന്താണ്? 90,000ന്റെ 9%, 9,000 90,000 ഇൻറ്റു 9/100 അല്ലെ. യെസ്. ഓക്കെ. എത്ര ഉണ്ട്? 8,100. അതിന്റെ 9%. അപ്പൊ രണ്ടും 9%. അപ്പൊ 8,100. രണ്ടും 8,100 അല്ലെ. അപ്പൊ എത്ര ഉണ്ടാവും? പിന്നെ 16,200 പ്ലസ് 90,000 അല്ലെ. 90,000 സമം 1,06,200. ഇതാണ് എമൗണ്ട്. ഇങ്ങനെയാണ് GSTന്റെ എൻട്രി ചെയ്തേണ്ടത്. അപ്പൊ മാറിപ്പോകരുത്. പിന്നെ സെയിൽസ് ആണെങ്കിൽ ഏതാണ്? ഔട്ട്പുട്ട് ആണ്. പർച്ചേസ് ആകുമ്പോൾ എന്താണ്? ഇൻപുട്ട് ആണ്. അവിടെ ഓർത്തു കേട്ടോ. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ. ഇനി എന്തൊക്കെയാണ് ഒരു GSTന്റെ അഡ്വാൻറ്റേജസ്? എന്തൊക്കെ GSTന്റെ ഗുണങ്ങൾ? എന്തൊക്കെ അഡ്വാൻറ്റേജസ് അല്ലെ? GST നോക്കി. പിന്നെ സിംപ്ലിഫൈസ് ടാക്സേഷൻ പ്രോസസ്. ഒന്നെന്താണ്? ടാക്സേഷൻ പ്രോസസ് വളരെ സിംപ്ലിഫൈ ആക്കി, അത് വളരെ ചെറുതാക്കി അല്ലെ. സിംപ്ലിഫൈ ദ ടാക്സേഷൻ പ്രോസസ് ലഘൂകരിച്ചു, അത് കുറച്ചു. പിന്നെ മേക്ക് ഇൻഡയറക്ട് ടാക്സ് മാനേജ്മെന്റ് എഫക്റ്റീവ് അല്ലെ. ഇൻഡയറക്ട് ടാക്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിച്ചു. മേക്ക് ഇൻഡയറക്ട് ടാക്സ് മാനേജ്മെന്റ് എഫക്റ്റീവ്, വളരെ എഫക്റ്റീവ് ആയിട്ട് ഇൻഡയറക്ട് ടാക്സ് മാനേജ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ എന്താണ്? റിമൂവ്സ് കാസ്കാഡിംഗ് പിന്നെ ഇഫക്ട് ഓഫ് ടാക്സസ് അല്ലെ. എന്താ കാസ്കാഡിംഗ് എന്ന് പറഞ്ഞാൽ? ഒരു ടാക്സിന്റെ മേല് 1, 2 ഒരു സാധനത്തിന്റെ മേല് 1, 2, 3 ടാക്സ് ഒക്കെ ചുമത്തുക. അതിനാ കാസ്കാഡിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. ഒരു സാധനത്തിന്റെ മേലെ 2, 3 പ്രാവശ്യം ടാക്സ് ചുമത്തുന്ന ആ സിസ്റ്റം എന്ത് ചെയ്തു? ഒഴിവാക്കി എന്നാണ് പറയുന്നത്. പിന്നെ മേക്സ് ടാക്സ് റേറ്റ് യൂണിഫോം ത്രൂ ഔട്ട് ദ കൺട്രി കേട്ടോ. കൺട്രി നമ്മുടെ രാജ്യത്ത് മൊത്തം ടാക്സ് എന്ത് ചെയ്തു? യൂണിഫോം ചെയ്തു, ഏകീകരിച്ചു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് GSTന്റെ പ്രധാനപ്പെട്ട പിന്നെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ. ദെൻ ഇനി നമ്മൾ നോക്കൂ. ഇനി അടുത്തത് പിന്നെ വാട്ട് ആർ ദ ഓക്കെ നോക്കൂ. ഓക്കെ. നമ്മൾ പറയാൻ പോകുന്നത് 2 ട്രേഡ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ്. 2 ഡിസ്കൗണ്ട് ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 2 ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നോക്കൂ. ഇതാണ് ഏതൊക്കെയാണ്? ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ട് അല്ലേ. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ? ദിസ് ഈസ് ദ ഡിസ്കൗണ്ട് ഗിവൺ ബൈ ദി സെല്ലർ ടു ദ പർച്ചേസർ വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് അറ്റ് ബൾക്ക് ക്വാണ്ടിറ്റി. വലിയ തോതിൽ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സെല്ലർ ആർക്ക് കൊടുക്കുന്ന? പർച്ചേസർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വിൽപ്പനക്കാരൻ വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ്. ബൾക്ക് ക്വാണ്ടിറ്റി പറഞ്ഞാൽ വലിയ തോതിൽ സാധനം വാങ്ങുമ്പോൾ അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. ക്യാഷ് ഡിസ്കൗണ്ട് പറഞ്ഞാൽ ദിസ് ഈസ് ദ ഡിസ്കൗണ്ട് ഗിവൺ ബൈ ദി ക്രെഡിറ്റർ ടു ദ ഡെപ്റ്റർ. ക്രെഡിറ്റർ കടക്കാരൻ ആർക്ക് കൊടുക്കുന്നത്? ഡെപ്റ്റർക്ക് കൊടുക്കുന്നതാണ്. ക്രെഡിറ്റർ ആർക്ക് കൊടുക്കുന്നതാണ്? ഡെപ്റ്റർക്ക് കൊടുക്കുന്ന പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ പേരാണ് നമ്മൾ എന്ത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ അതാണ് നമുക്ക് അവിടെ പറയാനുള്ളത് കേട്ടോ. ഓക്കെ. ഇനി
കോമ്പൗണ്ട് ജാനറി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു പിന്നെ കോമ്പൗണ്ട് ജാനറി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, ഇഫ് ദർ ഈസ് മോർ ദാൻ എന്താണ് വൺ ഡെബിറ്റ് ഓർ വൺ ക്രെഡിറ്റ്, മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് അല്ലെ. ഒരു ട്രാൻസാക്ഷനിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ, ഒരു ട്രാൻസാക്ഷനിൽ ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര്, ഡെബിറ്റോ ക്രെഡിറ്റോ ഉണ്ട് അതിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയാം. അതവിടെ ഓർത്ത് വെക്കട്ടോ. സിമ്പിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനിൽ ഒരു എൻട്രി ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡെബിറ്റോ ക്രെഡിറ്റോ ട്രാൻസാക്ഷൻ അതിന് പറഞ്ഞ പേരാണ് എന്ത് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അതവിടെ ഓർത്ത് വെക്കട്ടോ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി അക്കൗണ്ട് ഇക്വേഷൻ നമ്മൾ എങ്ങനെ ചെയ്യാന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കൂ. അക്കൗണ്ട് ഇക്വേഷനിൽ ജസ്റ്റ് ഒരു പ്രോബ്ലം പെട്ടെന്ന് കാണിച്ചു തരാം സാറേ, ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കൂ. ഓക്കെ, നമ്മള് പിന്നെ ട്രാൻസാക്ഷൻ ഓക്കെ, ട്രാൻസാക്ഷൻ എന്താ, ട്രാൻസാക്ഷനിൽ നോക്കി ഫസ്റ്റത്തത് എന്താണ് കമൻസ്ഡ് ബിസിനസ് അല്ലെ. ബിസിനസ് തുടങ്ങി, നിങ്ങൾക്ക് അറിയാം ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെ നമ്മൾ ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് നമ്മളെ ഇക്വേഷൻ അല്ലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബിസിനസ് തുടങ്ങും. ഫസ്റ്റ് സ്റ്റാർട്ടഡ് ബിസിനസ് അല്ലെ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് വരും. ക്യാഷ് എത്രയാണ് 40K അല്ലെ. ഓക്കെ, ക്യാപിറ്റലിൽ ഉണ്ടാവും എത്ര ഉണ്ടാവും 40K 40K. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ 40,000. അടുത്ത പെർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് അല്ലെ. ഗുഡ്സ് എന്ത് ചെയ്തു കടത്തിന് വാങ്ങി. പെർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് അല്ലെ. സാധനം കടത്തിന് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഗുഡ്സ് കടത്തിന് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ക്യാഷ് പോവോ ഇല്ല, സീറോ. എന്ത് വരും സ്റ്റോക്ക് വരും അല്ലെ. സ്റ്റോക്ക് വരും. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് വരും. എത്ര രൂപയ്ക്കാ കടത്തിന് വാങ്ങിയത് 6,500. 6,500 സ്റ്റോക്ക് വന്നു. പിന്നെ എന്തുണ്ടാവും ലയബിലിറ്റി ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. 6,500 ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവിടെ 0 വരും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇനി നോക്കി പെട്ടെന്ന് നോക്കൂ 40K, അതുപോലെ തന്നെ 6,500, ദെൻ 6,500, ദെൻ ഇവിടെ എത്ര ഉണ്ടാവും ഓക്കെ 40. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ. ദെൻ അടുത്ത നോക്കൂ, അടുത്ത എന്താണ് പെയ്ഡ് റെന്റ് കൊടുത്തു അല്ലെ. അടുത്ത പെയ്ഡ് റെന്റ് അല്ലെ. പെയ്ഡ് റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ക്യാഷ് പോവും -500. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ക്യാപിറ്റൽ എന്ന് കുറയും -500. ഓക്കെ, ബാലൻസ് ചെയ്യണ്ടേ. ബാലൻസ് ഇവിടെ 39,500, ഇവിടെ 6,500, ഇവിടെ 6,500, ഇവിടെ 39,500. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ. ദെൻ അടുത്ത് നോക്കൂ, അടുത്ത എന്താണ് സോൾഡ് ഗുഡ്സ് കോസ്റ്റ് റുപ്പീസ് ഓൺ ക്രെഡിറ്റ്. 6,500 സാധനം 8,000 വിറ്റു അല്ലേ. സോൾഡ് ഗുഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 6,500 സാധനം എത്രന് വിറ്റു 8,000 വിറ്റു. അപ്പോൾ 6,500 സാധനം 8,000 നമ്മൾ കടത്തിനാണ് വിറ്റത്. അപ്പോൾ ക്യാഷ് കിട്ടൂല. ഓക്കെ, എന്ത് പോകും ഗുഡ്സ് പോകും. 6,500 സാധനം മൈനസ് ആവില്ലേ, -6,500 അല്ലേ. 6,500 സാധനം എന്ത് അതിന് കുറേ -6,500. ഓക്കെ, അപ്പോൾ അത് കുറഞ്ഞു. എന്ത് വരും പിന്നെ ഡെപ്റ്റേഴ്സ് വരും. നമ്മൾ കടത്തിന് വിറ്റത്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാവും. എത്ര രൂപ 8,000 നമുക്ക് കിട്ടാണ്ടാവും. 8,000 6,500 സാധനം 8,000 നമ്മൾ വിറ്റു അല്ലേ. ക്രെഡിറ്റേഴ്സ് ഇല്ല. ഓക്കെ, നമുക്ക് എത്ര ലാഭം ഉണ്ട് 1,500 പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ്. അതായത് 6,500 സാധനം 8,000 6,500 ലാഭമാണ്. അപ്പോൾ 39,500 ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 0 ഉണ്ടാവും, ഇവിടെ 8,000 ഉണ്ടാവും അല്ലേ. 8,000. ഇവിടെ എത്രയുണ്ട് 6,500, പിന്നെ ഇവിടെ എത്ര ഉണ്ട് 39, 41. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 47,500, ഇവിടെയും 6,500, 47,500. ഇതാണ് അക്കൗണ്ട് ഇക്വേഷന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇനി കൂടുതൽ പറയാൻ സമയമില്ല. ഓക്കെ, അപ്പോൾ ആ ഭാഗം എന്ത് ചെയ്യാം നിങ്ങൾ ഓർത്ത് വെക്കട്ടോ. ഓക്കെ, ദെൻ ഇനി അടുത്ത് നോക്കൂ. അടുത്ത് നോക്കാം നമുക്ക്. ഇനി നമ്മളിത് എൻട്രി ആണ്. ജസ്റ്റ് ഈ എൻട്രി ഒന്ന് ഓർക്കുക. വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്ത് എന്താ എൻട്രി വരിക ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന വിഡ്രോ ചെയ്തിട്ട് ഓർത്ത് വെക്കട്ടെ. എൻട്രി വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ബിസിനസ് യൂസ്. അപ്പൊ എന്താണ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് കേട്ടോ. പേഴ്സണൽ യൂസ് ആകുമ്പോൾ മാർക്ക് ചെയ്ത് ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക്. വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ് മാർക്ക് ചെയ്ത് ഗുഡ്സ് ആണ്. അപ്പൊ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് കേട്ടോ. മാർക്ക് ചെയ്തിട്ടോ. വളരെ ഇമ്പോർട്ടന്റ് എൻട്രി ആണ് മക്കളെ. അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നാ പറയുന്നത് കേട്ടോ. യെസ്, ഓക്കെ മക്കളെ, നമുക്ക് തീരെ സമയമില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് അടിച്ചു വിടുകയാണ്. യെസ്, ഓക്കെ നോക്കും. ദെൻ അതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, നൗഫൽ എ കസ്റ്റമർ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബാങ്ക്. നൗഫൽ നേരിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ എന്താ വരിക ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു നൗഫൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഡബിൾ കോൺ ചെയ്യുമ്പോൾ അതിലൊക്കെ വരും. അതിന് വേണ്ടിയാണ് അത് പറഞ്ഞു കേട്ടോ. ഒരു കസ്റ്റമറിന് എൻട്രി വരും കേട്ടോ. യെസ്, ഓക്കെ, അപ്പോൾ അത്രയും കാര്യമാണ് അവിടെ പറയാനുള്ളത്. ഇനി റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് എന്തൊക്കെയാണ് ഓർത്ത് വെക്കുക.
പിന്നെ എന്താണ് അസറ്റും എക്സ്പെൻസും കൂടിക്കാണെങ്കിൽ ഡെബിറ്റ് ചെയ്യും. മറക്കരുത് കേട്ടോ. ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ ഇത് കൂടിക്കാണെങ്കിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ്. ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ കൂടിക്കാണെങ്കിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ ഇൽക്ക എന്ന് പറയാം. ഇൽക്ക കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും. മറ്റേ ഐ എന്ന് പറയും. ഐ കൂടിയാൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും കേട്ടോ. അത് രണ്ടും ഓർത്ത് കേട്ടോ. അതൊക്കെ ഉണ്ടാവും. 3 മാർക്കിനൊക്കെ ചോദ്യം വരും. അപ്പോൾ എഴുതാൻ കഴിയും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കും. അടുത്ത ചാപ്റ്റർക്ക് പോകും. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ നേരിട്ട് സമയം നമ്മളുള്ള സമയം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. നോക്കൂ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെഷ്യൽ ജേണൽ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ ഏതാണെന്ന് ചോദിച്ചു. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ജേണൽ സ്പെഷ്യൽ ജേണൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണ മക്കളെ, ഒന്ന് ക്യാഷ് ബുക്കാണ്, പർച്ചേസ് ബുക്കാണ്, സെയിൽസ് ബുക്കാണ്, അതുപോലെ തന്നെ അടുത്തത് എന്താണ്, പിന്നെ പർച്ചേസ് റിട്ടേൺ ആണ്, സെയിൽസ് റിട്ടേൺ ആണ്, ബിൽസ് റിസീവബിൾ ആണ്, ബിൽസ് പേബിൾ ആണ്. ഇതാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണൽ. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യാണ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞത് കേട്ടോ. ക്യാഷിന്റെ ട്രാൻസാക്ഷൻ മാത്രം ഇത് റെക്കോർഡ് ചെയ്യൂ, വേറെ ട്രാൻസാക്ഷൻ ഇതിൽ റെക്കോർഡ് ചെയ്യില്ല. പിന്നെ പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഗുഡ്സ് കടത്തിന് വാങ്ങിയാൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് എന്ത്? പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞത്. ഗുഡ്സ് കടത്തിന് വാങ്ങിയാൽ. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാലോ ഗുഡ്സ് കടത്തിന് വിറ്റാൽ, അല്ലെ, ഗുഡ്സ് കടത്തിന് വിൽക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ബുക്കിൽ എഴുതും? സെയിൽസ് ബുക്കിൽ എഴുതും. ഗുഡ്സ് കടത്തിന് വാങ്ങുകയാണെങ്കിൽ പർച്ചേസ് ബുക്കിൽ. ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെന്റ്, ക്യാഷിന്റെ എല്ലാ ഇടപാടും ഏത് ബുക്കിൽ എഴുതുക? പിന്നെ ക്യാഷ് ബുക്കിലാണ് എഴുതുക, അല്ലെ. ക്യാഷ് ബുക്കിൽ തന്നെ സിംഗിൾ കോളം ഉണ്ട്, ഡബിൾ കോളം ഉണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ എക്സ്പെൻസ് രേഖപ്പെടുത്തുന്ന ബുക്കാണ് ഏത്? പെറ്റി ക്യാഷ് ബുക്ക്. അതോടെ ഓർത്തു കേട്ടോ. ദെൻ അടുത്ത് പർച്ചേസ് റിട്ടേൺ. നമ്മൾ വാങ്ങിയ സാധനം, പർച്ചേസ് ചെയ്ത സാധനം റിട്ടേൺ വരുമ്പോൾ, മടങ്ങി വരുമ്പോൾ നമ്മൾ ഈ ബുക്കിലാണ് എഴുതേണ്ടത്, പർച്ചേസ് ബുക്കിലാണ് എഴുതേണ്ടത്. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനം, നമ്മൾ സെയിൽ ചെയ്ത സാധനം നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ തരാണ്, അപ്പോൾ നമ്മൾ ഏത് ബുക്കിൽ എഴുതും? സെയിൽസ് റിട്ടേൺ ബുക്കിൽ എഴുതും കേട്ടോ. ഓക്കെ, പിന്നെ ബിൽസ് റിസീബിളും ബിൽസ് പേബിൾ. ബിൽസ് റിസീബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന് ആരെങ്കിലും പൈസ തരാണ്ട്, ബിസിനസ്സിന് പണം തരാനുള്ള ആളുകളുടെ പിന്നെ റെക്കോർഡ് എഴുതി വെക്കുന്നതാണ് ബിൽസ് റിസീബിൾ. ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഏത് ബുക്കിലാണ് രേഖപ്പെടുത്തുക? ബിൽസ് പേബിൾ ബുക്കിലാണ് രേഖപ്പെടുത്തുക. അവിടെ മറന്നു വെക്കരുത് കേട്ടോ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ജേണൽ പ്രോപ്പർ ആണ്. ജേണൽ പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാണ് ജേണൽ പ്രോപ്പർ. ഇതിൽ എന്തൊക്കെ വരും? ഓപ്പണിംഗ് എൻട്രീസ് വരും, ക്ലോസിംഗ് എൻട്രീസ് വരും, റെക്ടിഫിക്കേഷൻ എൻട്രീസ് വരും, അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് വരും, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് വരും. അതുപോലെ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസിന് ഗുഡ്സ് വിഡ്രോ ചെയ്താൽ ഏത് ബുക്കിൽ എഴുതും? ഈ ബുക്കിൽ എഴുതും. മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ്ഡ് ആൻഡ് സോൾഡ് കേട്ടോ. പർച്ചേസ്ഡ് ആൻഡ് സോൾഡ്. ഫിക്സ്ഡ് അസറ്റ് പിന്നെ കടത്തിന് വാങ്ങുകയാണെങ്കിലും ഓൺ ക്രെഡിറ്റ് കേട്ടോ. ഫിക്സ്ഡ് അസറ്റ് കടത്തിന് വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലും നമ്മൾ ഏത് ബുക്കിൽ എഴുതുക? ഈ ജേണൽ പ്രോപ്പറിലാണ് എഴുതുക. ഫിക്സ്ഡ് അസറ്റ് കടത്തിന് വാങ്ങുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിൽ എഴുതും, ജേണൽ പ്രോപ്പറിൽ എഴുതും. അവിടെ ഓർത്തു കേട്ടോ. സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ക്രെഡിറ്റ് ജേണൽ പ്രോപ്പർ. അപ്പം പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും, പിന്നെ ഗുഡ്സ് അല്ല, ഒരു കമ്പ്യൂട്ടർ കടത്തിന് വാങ്ങി, അല്ലെങ്കിൽ ഫർണിച്ചർ കടത്തിന് വാങ്ങി, ഫർണിച്ചർ രാമൂൻ്റെ അടുത്ത് വാങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജേണൽ പ്രോപ്പറിലാണ് എഴുതുക. അവിടെ ഓർത്തു കേട്ടോ. ഓക്കെ, ഇനി എന്താ കോൺട്രാൻട്രി എന്ന് പറഞ്ഞാൽ? ദ എൻട്രീസ് ദാറ്റ് എഫക്ട് ദ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്യാഷ് ബുക്ക് ഈസ് കോൾഡ് എന്താണ്? പിന്നെ കോൺട്രാൻട്രി എന്ന് പറയാം കേട്ടോ. കോൺട്രാൻട്രി ഉദാഹരണത്തിന് ചോദിക്കും, ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് കേട്ടോ. അപ്പം പിന്നെ ഇനി ഒന്നും എഴുതാറാത്ത ആളുകൾ എന്ത് ചെയ്യുക? ഒരു ട്രാൻസാക്ഷനിൽ പിന്നെ ക്യാഷ് ബുക്കിന്റെ രണ്ട് ഭാഗത്തെയും, ഡെബിറ്റ് ഭാഗത്തെയും ക്രെഡിറ്റ് ഭാഗത്തെയും ബാധിക്കുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന പിന്നെ എൻട്രിക്ക് പറയുന്ന പേരാണ് കോൺട്രാൻട്രി എന്ന് പറയുക കേട്ടോ. അവിടെ ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ? റെക്കോർഡിംഗ് ടൈനി എക്സ്പെൻസ്, ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ എക്സ്പെൻസ് രേഖപ്പെടുത്തുന്നതാണ് എന്ത്? പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഓർത്ത് വെക്കണം. ഡെബിറ്റ് നോട്ട് പറഞ്ഞാൽ ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് റിട്ടേൺ ബുക്ക്, അല്ലെ. പർച്ചേസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ സോഴ്സ് ഡോക്യുമെന്റ് പറഞ്ഞ പേരാണ് മക്കൾ സോഴ്സ് ഡോക്യുമെന്റ് പറഞ്ഞ പേരാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ് ഫോർ റെക്കോർഡിംഗ് സെയിൽസ് റിട്ടേൺ ബുക്ക്. സെയിൽസ് റിട്ടേൺ ബുക്ക് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെന്റിന് പറഞ്ഞ പേരാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരും. അപ്പോൾ അവിടെ ഓർത്ത് വെക്കണം. പിന്നെ ഡെബിറ്റ് നോട്ട് പർച്ചേസ് ബുക്കിലും പർച്ചേസ് റിട്ടേൺ ബുക്കിലും, പിന്നെ ക്രെഡിറ്റ് നോട്ട് സെയിൽസ് റിട്ടേൺ ബുക്കിലാണ്. മറക്കരുത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പ്രോബ്ലംസുക്കും നമ്മൾ പോകണില്ല. അപ്പോൾ ഓക്കെ, പിന്നെ അതിനുള്ള ടൈം നമുക്കില്ല കേട്ടോ. അപ്പോൾ നമ്മളതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക പറയാം കേട്ടോ. ഓക്കെ, ഇനി ബി ആർ എസ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, അല്ലേ. എന്താണ് ബി ആർ എസ് എന്ന് പറഞ്ഞാൽ?
അല്ലേ? BRS is a statement. BRS is a statement prepared to show the reasons for the disagreement between passbook balance and cash book balance on a particular date. അല്ലേ? ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു പ്രത്യേക ഡേറ്റിൽ ക്യാഷ് ബുക്ക് ബാലൻസും അതുപോലെ തന്നെ പാസ്ബുക്ക് ബാലൻസും ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിൽ എന്തുണ്ടായത്? ഡിഫറൻസ് ഉണ്ടായത് അല്ലേ? അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് പറഞ്ഞ പേരാണ് BRS എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് BRS is a statement prepared to know the reason എന്താണ് why the difference between cash book balance and passbook balance. പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിൽ എന്തുകൊണ്ടാണ് ഡിഫറൻസ് ഉണ്ടായത് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന പിന്നെ ഇതിന് പറയുന്ന പേരാണ് എന്ത്? BRS എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ എൻ്റെ BRS ഇവിടെ ചോദ്യം ഉണ്ടാവും, ഒരു 1 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും ഇതിൽ. ഇതൊരു 1 മാർക്കിന്റെ ചോദ്യം, അതിൻ്റെ ഉള്ളിൽ ഒരു 1 മാർക്കിന്റെ ചോദ്യം എന്താണ്? BRS is prepared by the depositor, account holder, customer, businessman, trader. ഇവിടെ ആരും അപ്പം BRS is prepared by the ഡെപ്പോസിറ്ററി, അക്കൗണ്ട് ഹോൾഡർ, കസ്റ്റമർ, ബിസിനസ്മാൻ. ഇതാണ് ആരാണ്? BRS. ഇവരാണ് BRS തയ്യാറാക്കുന്നത്. അത് ഓർത്ത് കേട്ടോ. ഓക്കെ, അതാണ് BRS. BRSന്റെ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നോക്കി പെട്ടെന്ന് BRSന്റെ പ്രോബ്ലം ഞാൻ ഇവിടെ ചെയ്തുതരാം. നോക്കുക. ഓക്കെ, പ്ലസ് മൈനസ് അല്ലേ? BRS ഫസ്റ്റ് നോക്കി. ഒന്ന് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് അല്ലേ? നമുക്ക് പാസ്ബുക്കിന്റെ ബാലൻസ് തന്നെ. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എത്രയാണ്? 28K അല്ലേ? 28K ആണ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. പാസ്ബുക്കിന്റെ ബാലൻസ് 28K. ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ പൈസ കുറയാണ്. നമ്മൾ ചെയ്യുന്നത് പാസ്ബുക്ക് പ്രകാരമാണ്. ക്യാഷ് ബുക്കിൽ പൈസ കുറവാണെങ്കിൽ പാസ്ബുക്കിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ പാസ്ബുക്ക് പ്രകാരം ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ കൂടുതലാണ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഇത് കുറക്കാനുള്ള സാധനമാണ് കേട്ടോ. അത് കുറക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ചെക്സ് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് യെറ്റ്. ചെക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ പണം കൂടുതൽ. ചെക്സ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബുക്കിൽ കൂടുതൽ. ക്യാഷ് ബുക്കിൽ കൂടുതലാണ്, ഈ പാസ്ബുക്കിൽ എന്തേക്കാരം? കുറവ്. പാസ്ബുക്ക് പ്രകാരം ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ? ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ഇത് ആഡ് ചെയ്യാനുള്ളതാണ്. 3800. അതിൽ ഒന്നുണ്ട് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് അല്ലേ? ബട്ട് നോട്ട് പ്രസന്റഡ് മക്കളെ എത്രയാണ്? അത് 1200. അത് മൈനസ് ചെയ്യാനുള്ളതാണ് അല്ലേ? പിന്നെ നോക്കി ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പാസ്ബുക്കിൽ പൈസ കൂടുതലാണ്. പാസ്ബുക്കിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്ബുക്ക് പ്രകാരം വേണം കുറക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ബൈ ദി ഇൻ ദി പാസ്ബുക്ക്. അപ്പം അത് കുറക്കുള്ളതാണ് 800. ഓക്കെ, ഇതിനടുത്ത് നോക്കി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്. ക്രെഡിറ്റ് പറഞ്ഞാൽ കൂടെ. അപ്പൊ ഡെബിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്ബുക്കിൽ കുറവ്. പാസ്ബുക്ക് പ്രകാരം ചെയ്യുമ്പോൾ പാസ്ബുക്കിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ അത് ആഡ് ചെയ്യാനുള്ളതാണ് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. മക്കളെ ഞാൻ ചുരുക്കി കേട്ടോ, അത് ആഡ് ചെയ്യാനുള്ളതാണ് അല്ലേ? ഓക്കെ, ഇനി ബാലൻസ് ചെയ്യുക. എങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ നോക്കി 2 സൈഡും ടോട്ടൽ ചെയ്യുക. ഇവിടെ എത്ര ഉണ്ട്? 28 30 33,800 അല്ലെ? 33,800 മൈനസ് എത്ര ഉണ്ട്? 2000 അല്ലെ? എത്ര ഉണ്ടാവും? 31,800. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. പാസ്ബുക്ക് ചെയ്ത് അവസാനിക്കലാണ് ക്യാഷ് ബുക്ക്. അതാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് എഴുതി പോകണം, പെട്ടെന്ന് പറഞ്ഞു പോകണം മക്കൾ. നമുക്ക് സമയമില്ല, 1 മണിക്കൂർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളവിടെ ഓർത്ത് കേട്ടോ. അത് BRSന്റെ ഒരു പ്രോബ്ലം ആണ്. ഇനി അതിന്റെ കോസസ് എന്തൊക്കെയാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സാധനമാണ്. 4 മാർക്കിനും 5 മാർക്കിനും പരീക്ഷയ്ക്ക് ചോദിക്കും കോസസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നെന്താണ്? ചിലപ്പോൾ ചോദ്യത്തിൽ തന്നെ അതുണ്ടാവും, നിങ്ങൾ അത് അതിന് എഴുതിയെടുത്താലും മതി കേട്ടോ. യെസ്, ഓക്കെ. ഒന്നാമത് നോക്കി ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു അല്ലേ? അത് പ്രസന്റ് ആയിട്ടില്ല. അതുപോലെ ചെക്സ് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്. അതുപോലെ ചെക്സ് ക്രെഡിറ്റഡ് ബട്ട് ഡിസോണേഡ് അല്ലേ? ഇതൊക്കെയാണ് എന്ത്? പിന്നെ കോസസ് ഓഫ് BRS. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്, ചെക്സ് പെയ്ഡ് ഇൻ ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ഇൻ ദി പാസ്ബുക്ക്, അതുപോലെ തന്നെ ചെക്സ് ക്രെഡിറ്റഡ് ബട്ട് നോട്ട് ഡിസോണേഡ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതാണ് കോസസ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് പോവുക. ട്രയൽ ബാലൻസിന്റെ ഭാഗത്ത് പോവുക. ട്രയൽ ബാലൻസ് അല്ലേ? ട്രയൽ ബാലൻസ് എന്താ നോക്കി? ട്രയൽ ബാലൻസിന്റെ ഭാഗത്ത് പോവുക നമ്മൾ. നോക്കൂ. ഓക്കെ, ഇതിൽ പിന്നെ ട്രയൽ ബാലൻസ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് നോക്കി പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് അല്ലേ? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പം അതിന്റെ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നോക്കി ഫോർമാറ്റ് ഒന്നെങ്കിൽ അക്കൗണ്ട് ടൈറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ടൈറ്റിൽ അല്ലേ? ഓക്കെ, ഡെബിറ്റ്
ക്രെഡിറ്റ് അല്ലേ, ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും നോക്കുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് അല്ലേ. നോക്കി ഫസ്റ്റ് ഓക്കെ. പിന്നെ ഇതിന്റെ റൂൾ അറിയാം. ഇതിന്റെ റൂൾ എന്താ? അസറ്റും എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യുക, ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഇൽക്ക ക്രെഡിറ്റ് ചെയ്യുക, അതുപോലെ പിന്നെ അസറ്റും എക്സ്പെൻസും ഐ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച സാധാരണ റൂളാണ് അല്ലേ. ഫസ്റ്റ് നോക്കി മെഷീനറി എന്ന് പറഞ്ഞ അസറ്റ് അല്ലേ. അസറ്റ് എന്താ ചെയ്യുക? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ 29,700 ഡെബിറ്റ് ആണ്. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ അസറ്റ് ആണ്, അവർ ഡെബിറ്റ് ചെയ്യണം 21,600. പിന്നെ ക്രെഡിറ്റേഴ്സ് ആ പേരിൽ തന്നെ ഉണ്ട്, ക്രെഡിറ്റ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് ലാബിലിറ്റി ആണ്, അപ്പൊ ക്രെഡിറ്റ് ചെയ്യുക 62,800. ദെൻ അടുത്തെന്താണ്? വേജ് മക്കളെ എക്സ്പെൻസ് അല്ലേ, 15K 15K. അപ്പൊ എന്ത് ചെയ്യുക? അതിനെ ഡെബിറ്റ് ചെയ്തു. പെർച്ചേസ് എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? എക്സ്പെൻസ് അല്ലേ, അപ്പൊ അതിനെ എന്ത് ചെയ്യുക? അതിനെ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക. പിന്നെ ക്യാഷ് മക്കളെ, ക്യാഷ് അസറ്റ് ആണ്, 4,500 ഡെബിറ്റ് ചെയ്യുക അല്ലെ, ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ഇതിനടുത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞ അസറ്റ് ആണ് 6,000. ഓക്കെ. ദെൻ അടുത്ത് നോക്കി ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓടി ലാബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ 28,800. പിന്നെ സെയിൽസ്, അടുത്ത് നോക്കി സെയിൽസ് സെയിൽസ് പറഞ്ഞ ഇൻകാണ്, അപ്പൊ ക്രെഡിറ്റ് 73,500. ദെൻ അടുത്തെന്താണ്? റെന്റ് ആൻഡ് ടാക്സ് അല്ലെ, റെന്റ് ടാക്സ് എക്സ്പെൻസ് അല്ലേ, 2,400. അത്രേ ഉള്ളൂ. ബാലൻസ് ചെയ്യുക. അപ്പൊ അത്രയും സാധനമുള്ള നമ്മൾ ജസ്റ്റ് ബാലൻസ് വെക്കുക. നോക്കി എത്രയാണ്? 62,800 പ്ലസ് 2,800 പ്ലസ് 73,500, 1,39,100. ഓക്കെ. ദെൻ അടുത്ത് നോക്കൂ, ഇവിടെ 29,700 പ്ലസ് 21,600 പ്ലസ് 15,000 പ്ലസ് 59,900 പ്ലസ് 4,500 പ്ലസ് 6,000 പ്ലസ് 2,400. ഓക്കെ, 1,39,100. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിന്റെ ഫോർമാറ്റ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അസറ്റ് എക്സ്പെൻസും എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇൻകം ലാബിലിറ്റി ക്യാപിറ്റൽ എന്ത് ചെയ്യുക? ഇൽക്ക ക്രെഡിറ്റ് ചെയ്യുക, ഐ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ആ രീതിയിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അതാണ് ഇനി നമ്മള് ഇതൊക്കെ പറയാനുള്ള ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ് അല്ലെ. 4 തരം എറേഴ്സ് ഉണ്ട്. നോക്കി, ഒന്ന് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിള്, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അതിന്റെ മറ്റൊരു പേരാണ് ഓഫ്സെറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. 4 തരം എറേഴ്സ് ആണ്. ഈ ഓരോ എറേഴ്സ് എന്താണ് പറയുന്നത് നോക്കി. എന്താണ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾസിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മക്കൾ എന്ത്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അല്ലെ. ഒമിഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഒമിറ്റ് ചെയ്യുക, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുക. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മക്കൾ എന്ത്? എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്മീഷൻ, നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, അതുപോലെ ബാലൻസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, പിന്നെ ബാലൻസ് ക്യാരി ഡൗൺ ബ്രോ ഡൗൺ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക്, ബുക്സ് മാറി എഴുതുക, ലെഡ്ജറിൽ എഴുതുമ്പോൾ മിസ്റ്റേക്ക്, എമൗണ്ട് എഴുതുമ്പോൾ മിസ്റ്റേക്ക്, ഇങ്ങനെ വരുന്ന എല്ലാ മിസ്റ്റേക്കും ഏതാണ്? എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ് അല്ലേ. എന്താണ് മിസ്റ്റേക്ക്? നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ, ടോട്ടൽ ചെയ്യുമ്പോൾ ബുക്സുകൾ പർച്ചേസ് ബുക്ക് ചെയ്തതിന് പകരം സെയിൽസ് ബുക്ക് എഴുതുക, സെയിൽസ് ബുക്ക് ചെയ്തതിന് പകരം പർച്ചേസ് ബുക്ക് എഴുതുക, പിന്നെ ടോട്ടൽ ചെയ്യുമ്പോൾ 1000 ഉള്ളിടത്ത് 10,000 എഴുതുക, ഇങ്ങനെ. അതുപോലെ ലെഡ്ജറിന് പോസ്റ്റിംഗ് ചെയ്യുമ്പോഴുള്ള മിസ്റ്റേക്ക്, ഇത്തരം എല്ലാ മിസ്റ്റേക്കും വിലപ്പെട്ട മക്കളെ എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത് എന്താണ്? കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് പറഞ്ഞാൽ എന്താണ്? ഒരു എറർ എന്ത് ചെയ്യുക? മറ്റൊരു തെറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? പരിഹരിക്കുക. ഒരു തെറ്റ് വേറൊരു തെറ്റ് കൊണ്ട് പരിഹരിക്കുന്നതിന് പറഞ്ഞ പേരാണ് മക്കൾ എന്ത്? ടൈപ്സ് ഓഫ് പിന്നെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതാണ് 4 എറേഴ്സ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് പിന്നെ കുറച്ച് ചോദ്യം നിന്നിട്ടുണ്ട്. ഓക്കെ. ഒന്ന്, പർച്ചേസ് ഓഫ് മെഷീനറി റെക്ടിഫൈ ചെയ്യാം, ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് അല്ലെ. പർച്ചേസ് ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് നോക്കാം. പിന്നെ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് എൻട്രി വരിക മക്കളെ. കറക്റ്റ് എൻട്രി വരിക മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നല്ലേ കറക്റ്റ് എൻട്രി വരിക. മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ്. ആ സ്ഥാനത്ത് റോങ് എൻട്രി എന്താ അവർ എഴുതിയത്? ഓല ഇതിനെ ഡെബിറ്റ് ചെയ്തത് ഒരു ഡെബിറ്റഡ് ടു ഉണ്ടോ പർച്ചേസ് അക്കൗണ്ട്. ഓല എഴുതിയത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് അവർ എഴുതിയത് അല്ലെ. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതിയത്. ഇവിടെ തെറ്റ് സംഭവിച്ചതാ. ഇവിടെയാണ് തെറ്റ് സംഭവിച്ചത്. ശരിക്കും ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? മെഷീനറിനെ ഡെബിറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് പോലെ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു. അതാണ് തെറ്റ്. അപ്പൊ നമ്മൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കി? റെക്ടിഫൈ ചെയ്യുമ്പോൾ നോക്കും മക്കളെ. റെക്ടിഫൈ നോക്കി ഈ തെറ്റിയ സാധനം ഡെബിറ്റ് അല്ലേ. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇയാൾ ആരായിട്ടാണ് പ്രശ്നം ഉണ്ടായത്? മെഷീനറിനായിട്ട് പ്രശ്നം ഉണ്ടായത് മെഷീനറിനായിട്ട്. അപ്പം മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ്.
ഓക്കെ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസിന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഇനി അടുത്ത നോക്കൂ, അടുത്ത ട്രാൻസാക്ഷൻ എന്താ? അടുത്ത് എ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ₹2500 അനിൽ ബാബു വാസ് omitted to be recorded in the sales book. സെയിൽസ് ബുക്കിൽ എഴുതാൻ വിട്ടുപോയി എന്നാ പറഞ്ഞേ അല്ലേ? സാധനം ആർക്ക് വിറ്റ്? പിന്നെ ആർക്കാ വിറ്റത്? അനിൽ ബാബുവിന് വിറ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അനിൽ ബാബു നിൽക്കുമ്പോൾ എന്താ എൻട്രി എന്ന് വരിക? അനിൽ ബാബു അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എഴുതിയാൽ മതി. വേറൊരു മിസ്റ്റേക്കും ഇല്ല. ഇത് ജേണൽ വരച്ച് അതിന്റെ ഉള്ളിൽ വേണ്ടങ്ങൾ എഴുതാനേ അതിന്റെ എമൗണ്ട് കൊടുക്കണം. സാർ ജസ്റ്റ് റെക്ടിഫിക്കേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? അനിൽ ബാബു അക്കൗണ്ട് സെയിൽസ് എന്നാണ് എൻട്രി, കറക്റ്റ് എൻട്രി വരിക. ഇവിടെ എൻട്രിയിലൊന്നും മിസ്റ്റേക്ക് ഇല്ല. അവിടെ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകണം. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അത് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. അപ്പൊ ക്ലിയർ ആണ് വിചാരിക്കുന്നു കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, സാലറി ഓഫ് ₹500 പെയ്ഡ്. മിസ്റ്റർ രാജ് വാസ് ഡെബിറ്റഡ് ടു സാലറി അക്കൗണ്ട് അല്ലേ? സാലറി കൊടുക്കുമ്പോൾ അപ്പൊ എന്താ? പിന്നെ കറക്റ്റ് എൻട്രി സാലറി കൊടുക്കുമ്പോൾ എൻട്രി വരിക സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് വരിക. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എൻട്രി വരിക. ആ സ്ഥാനത്ത് വലിയ ഡെബിറ്റഡ് ടു പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ പറഞ്ഞതിൽ ആരാണ്? രാജാണ്. ഓലെ രാജിനെ ഡെബിറ്റ്. ഇതാണ് റോങ് എൻട്രി. ഇതാണ് ഓലെ എഴുതിയത് രാജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് അവർ എഴുതിയത്. രാജ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പൊ നമ്മൾ ഇതിനെ തെറ്റ് തിരുത്തുമ്പോൾ നോക്കി, ഈ രാജ് എന്നുള്ളതാണ് മിസ്റ്റേക്ക്. രാജ് ആരേറ്റ മിസ്റ്റേക്ക്? സാലറി മിസ്റ്റേക്ക്. ഈ തെറ്റ് സാധനം ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ റെക്ടിഫൈ ചെയ്യുമ്പോൾ എൻട്രി വരിക സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജ് എന്ന്. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു രാജ് എന്ന്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ഇനി അടുത്ത സെയിൽസ് ഓഫ് ഫർണിച്ചർ ₹5,000 ഹാസ് ബീൻ ക്രെഡിറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ? ഓക്കെ, എന്ത് ചെയ്തു? പിന്നെ എന്താ ചോദ്യം? എന്താണ്? സെയിൽസ് ചെയ്തു, ഒരു ഫർണിച്ചർ വിറ്റു. ആ വിറ്റ പൈസ സെയിൽസ് ബുക്ക് എഴുതിയെന്നാ പറഞ്ഞല്ലേ? ഫർണിച്ചർ വിൽക്കുമ്പോൾ കറക്റ്റ് എൻട്രി, ഫർണിച്ചർ വിറ്റു എന്നല്ലേ പറഞ്ഞത്? കറക്റ്റ് എൻട്രി വരിക. നമ്മൾ സാധനം വിൽക്കണം, അപ്പോൾ പൈസ കിട്ടും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. നമ്മൾ അസറ്റ് അല്ലേ വിറ്റത്? അപ്പൊ ആ ഫർണിച്ചർ എന്നാണ് കൊടുക്കേണ്ടത്. ആ സ്ഥാനത്ത് അവരെഴുതിയത് ഒരു സെയിൽസ് അക്കൗണ്ടിക്ക് ക്രെഡിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. അവരെഴുതിയത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്നാണ് അവരെഴുതിയത്. ഇതാണ് അവരെഴുതിയ മിസ്റ്റേക്ക്. ഇവിടെയാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്. നമ്മൾ എപ്പോഴും ഒരു ഫിക്സ്ഡ് അസറ്റ് വിൽക്കുകയാണെങ്കിൽ ആ ഫിക്സ്ഡ് അസറ്റ് ആണ് അവിടെ എഴുതേണ്ടത്. സാധാരണ ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് എന്ന് എഴുതാം. ഗുഡ്സിനെ മാറിയല്ല ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പോൾ ആ ഫിക്സ്ഡ് അസറ്റിന്റെ പേരാണ് എഴുതേണ്ടത്. അതിന് പകരം അവരെന്ത് എഴുതി? സെയിൽസ് എന്ന് എഴുതി അല്ലെ? ഇവിടെ സെയിൽസ് എന്ന് എഴുതി, ഫർണിച്ചറിന് എഴുതേണ്ട സ്ഥാനത്ത് സെയിൽസ് എന്ന് എഴുതി അല്ലെ? അപ്പൊ തെറ്റിയത് ഇവിടെയാണ്. തെറ്റിയത് ഇതെന്താണ്? നമ്മൾ റെക്ടിഫൈ ആണ് കേട്ടോ. റെക്ടിഫൈ ആണ് നോക്കൂ. അപ്പൊ തെറ്റിയ സാധനം സെയിൽസ് അല്ലേ? തെറ്റിയത് ക്രെഡിറ്റ് ആയതുകൊണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ എന്താക്കണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫർണിച്ചർ. അതിന്റെ എമൗണ്ട് കൊടുക്കണ്ട മക്കളെ, അതിന്റെ എമൗണ്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? അതങ്ങനെയാണ് അത് വരും കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ. അടുത്തത് പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് അല്ലെ? പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ്, സെയിൽസ് ബുക്ക് ഓവർകാസ്റ്റ് അല്ലെ? പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞേ പർച്ചേസ് ബുക്കിൽ പൈസ അധികമായി. നമുക്കറിയാം ഓവർകാസ്റ്റും അണ്ടർകാസ്റ്റും വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? സസ്പെൻസ് അക്കൗണ്ടാണ് ഒരു ഭാഗത്ത്. പർച്ചേസ് ബുക്ക് ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ബുക്കിൽ പൈസ അധികം എഴുതി, 1000 അധികം എഴുതി. അപ്പൊ നമ്മളത് കുറക്കാണ് വേണ്ടത്. അവിടെ എഴുതി ഇപ്പം കൂടിയതാണ്. കുറക്കണമെങ്കിൽ പർച്ചേസിൽ പൈസ കുറയണമെങ്കിൽ പർച്ചേസിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ എൻട്രി വരിക സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നാണ് വരിക കേട്ടോ. സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്നാണ് അതിന്റെ റെക്ടിഫിക്കേഷൻ എൻട്രി വരിക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കി. സെയിൽസ് ബുക്ക് ഓവർകാസ്റ്റ്. സെയിൽസ് ബുക്കിൽ അധികമായി എന്ന് പറഞ്ഞേ. സെയിൽസ് ബുക്കിൽ പൈസ അധികമായി. സെയിൽസ് ബുക്കിൽ പൈസ അധികമായി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? കുറക്കണം. സെയിൽസിന് കുറക്കണം. സെയിൽസിൽ എമൗണ്ട് കുറക്കണമെങ്കിൽ സെയിൽസിന് എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് വരും. ടു പർച്ചേസ് എന്ന് വരും. ഓക്കെ, ഇതാണ് അതിൽ വരുന്നത് കേട്ടോ. സെയിൽസ് അക്കൗണ്ട് സെയിൽസ് പർച്ചേസ് അല്ല, സസ്പെൻസ് കേട്ടോ. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് എന്ന് വരും കേട്ടോ. സെയിൽസ് അക്കൗണ്ട് ടു സസ്പെൻസ്. ഓക്കെ, അപ്പൊ അത്ര ഉള്ള അതിൽ റെക്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി റൂൾസ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന റൂൾസ് എന്തൊക്കെ ഞാൻ പറഞ്ഞു. അസറ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക, ഇൻകു ലാബിലിറ്റി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്തേക്കണം ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ? 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദ്യം ഉണ്ടോ മക്കളെ? നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് സാർ പെട്ടെന്ന് പറഞ്ഞു പോകട്ടോ. ഇനി നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയാം. പിന്നെ ഞാൻ ഇതിനൊന്നും റീപ്ലൈ തരാതെ പെട്ടെന്ന് ഇത് എടുക്കുന്നത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ. മാക്സിമം നിങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഒക്കെ നിങ്ങൾ എത്തിക്കുക, നിങ്ങളെ ഓർമ്മ ഒന്ന് പുതുക്കുക എന്നുള്ള അതിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് സാർ വേറെ ഒന്നും പറയാത്ത കേട്ടോ. ഒന്നും വിചാരിക്കണ്ട കേട്ടോ. യെസ്, ഓക്കെ, നോക്കൂ. ഇനി എന്തൊക്കെ ഒബ്ജക്റ്റ് ഒന്നിട്ട് ചെക്ക് അരിത്മെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിന്റെ അരിത്മെറ്റിക്കൽ ആക്യുറസി എന്ത് ചെയ്യാം?
പിന്നെ എന്ത് ചെയ്യുക, പരിശോധിക്കുക. ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ എന്ത് ചെയ്യുക, സഹായിക്കുക. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുക, സഹായിക്കുക. ഇതാണ് പ്രധാനപ്പെട്ട എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തുക. അത്രയും കാര്യം നമുക്ക് പറയാനുള്ളത്. അടുത്ത ചാപ്റ്റർക്ക് പോകുമ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ചാപ്റ്റർക്ക് പോവുകയാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ദി അസറ്റ് ഡ്യൂ ടു പെർമനന്റ് യൂസ്. ഒരു അസറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ അസറ്റിന്റെ വാല്യൂ കുറയുന്നതിന് പറയുന്ന പേരാണ് മക്കൾ എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ദി ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു പെർമനന്റ് യൂസ്. ഒരു അസറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ അസറ്റിന്റെ വാല്യൂ കുറയുന്നതിന് പറഞ്ഞ പേരാണ് മക്കൾ എന്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ. ഇനി പിന്നെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ ഒരു ചോദ്യം നമുക്ക് ചെയ്യേണ്ട. ആ ചോദ്യം നമുക്ക് ചെയ്യാൻ മുന്നേ നമുക്ക് ജസ്റ്റ് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് പറയാം. ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കി. ടേംസ് എന്തൊക്കെ, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടേം എന്തിനാ ഉപയോഗിക്കുക, ടു റൈറ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്, അമോർട്ടൈസേഷൻ. മാറിപ്പോകരുത് മക്കളെ, അമോർട്ടൈസേഷൻ കേട്ടോ. ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമിന് പറഞ്ഞ പേരാണ് അമോർട്ടൈസേഷൻ. എന്താ ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ, ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ എൻ എക്സിസ്റ്റിംഗ് അസറ്റ് ബിക്കമിങ് ഔട്ട് ഓഫ് ഡേറ്റ് ഡ്യൂ ടു ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, അല്ലെങ്കിൽ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ടെക്നോളജി, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് പാറ്റേൺ. ടെക്നോളജി മാറുമ്പോൾ നിലവിലുള്ള ഒരു അസറ്റ്, നിലവിലുള്ള ഒരു സാധനം എന്ത് ചെയ്യുക, ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറുക. അതിന് പറയുന്ന പേരാണ് എന്ത്, അല്ലെങ്കിൽ അതിന്റെ പാഷൻ മാറാൻ പറഞ്ഞ പേരാണ് എന്ത്, ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കൾ, നാച്ചുറൽ റിസോഴ്സിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്, ഡിപ്ലീഷൻ അല്ലെ. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളാണ്. അതുപോലെ പിന്നെ ഓയില്, മൈൻസ്, കോറീസ് അല്ലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, മൈൻസ്, കോറീസ്, ഓയിൽ, ഈ വാല്യൂ ഇതൊക്കെ പ്രകൃതിയിൽ കുഴിച്ചെടുക്കുന്ന വാല്യൂ, പിന്നെ സാധനം, അത്തരം വസ്തുക്കളുടെ വാല്യൂ റെക്കോർഡ് ഉപയോഗിക്കുന്ന ടേമിന് പറയുന്ന പേരാണ് മക്കൾ നമ്മൾ എന്ത് ഡിപ്ലീഷൻ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ഓർത്തു കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെ കോസസ്, വാട്ട് ആർ ദ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ എന്തൊക്കെ, ഒന്ന് കോൺസ്റ്റന്റ് യൂസ് ഓഫ് ദി അസറ്റ്, ഒരു അസറ്റ് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ പാസേജ് ഓഫ് ടൈം, അല്ലെങ്കിൽ എഫ്ലക്സ് എന്ന് പറയും അല്ലെ, പാസേജ് ഓഫ് ടൈം, കാലാവധി കഴിഞ്ഞു പോകുക, ഒരു വസ്തുവിന്റെ കാലാവധി തീരെ അല്ലെ. അതുപോലെ ഫോൾ ഇൻ പ്രൈസിലുള്ള പിന്നെ എന്താണ് മാറ്റം. അതുപോലെ ആക്സിഡന്റ്, ഒബ്സലസൻസ്, ഡിപ്ലീഷൻ അല്ലെ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എന്ത് എന്ന് പറയുന്നത്, പിന്നെ കോസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് യൂസ് ഓഫ് ദി അസറ്റ്, പാസേജ് ഓഫ് ടൈം, എ ഫോൾ ഇൻ പ്രൈസ്, ആക്സിഡൻസ്, ഒബ്സലസൻസ്, ഡിപ്ലീഷൻ. ഓക്കെ, അതാണ് അതിന്റെ കോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നീഡ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു 5 പോയിന്റ് നീഡ്സ്. ഒന്ന് ടു പ്രസന്റ് ട്രൂ ബാലൻസ് ഷീറ്റ് അല്ലെ, ഒന്ന് യഥാർത്ഥ ബാലൻസ് ഷീറ്റ് പ്രസന്റ്, ടു പ്രസന്റ് ട്രൂ ബാലൻസ് ഷീറ്റ്. അതുപോലെ ടു അവോയ്ഡ് എക്സസ് പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് അല്ലെ, ഇൻകം ടാക്സ് അധികം കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഏത് ഉപയോഗിക്കാം, ഈ പിന്നെ ഡിപ്രീസിയേഷൻ നമ്മൾ കാണിക്കേണ്ട ആവശ്യം. അതുപോലെ ടു ഫൈൻഡ് ഔട്ട് റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, യഥാർത്ഥ ഉൽപാദന ചെലവ് കണ്ടെത്താൻ, ടു ഫൈൻഡ് ഔട്ട് റിയൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ടു അസർട്ടൈൻ ട്രൂ റിസൾട്ട് ഓഫ് ദി ബിസിനസ്, ബിസിനസിന്റെ യഥാർത്ഥ റിസൾട്ട് കണ്ടെത്താൻ, ടു അസർട്ടൈൻ ദ ട്രൂ റിസൾട്ട് ഓഫ് ദി ബിസിനസ്. ദെൻ ടു റീറ്റെയിൻ ഫണ്ട് ഫോർ റീപ്ലേസ്മെന്റ് അല്ലെ, ഫണ്ട് റീപ്ലേസ് ചെയ്യാൻ, ഫണ്ട് മാറ്റിയേക്കാൻ അല്ലെ, റീപ്ലേസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്തു. ഇതാണ് നീഡ്സ് എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. വളരെ പ്രധാനപ്പെട്ടാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണുള്ളത് നോക്കി. ഒന്ന്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം അല്ലെ, എമൗണ്ട്, ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എല്ലാ വർഷവും സെയിം ആയിരിക്കും അല്ലെ. അതേസമയം ഇവിടെ എന്താണ്, ദ ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് സെയിം, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് സെയിം ടു റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ. ആ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ. ഡിപ്രീസിയേഷൻ എമൗണ്ട് ഈസ് നോട്ട് സെയിം, പിന്നെ എന്താണ്, ദ എമൗണ്ട് ഈസ് റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം എമൗണ്ട് കുറഞ്ഞു വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ്, അസറ്റിന്റെ ഒറിജിനൽ കോസ്റ്റ് മേലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ. എന്നാൽ റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിലോ depreciation is calculated on the return down value of asset. അസറ്റിന്റെ WDV റിട്ടേൺ ഡൗൺ വാല്യൂ മേലാണ് എന്ത് റെക്കോർഡ് ചെയ്യുക, പിന്നെ റിട്ടേൺ ഡൗൺ വാല്യൂല് ഡിപ്രീസിയേഷൻ കണക്കാക്കുക അല്ലെ. പിന്നെ എന്താണ്, ദ വാല്യൂ ഓഫ് ദി അസറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു 0. അസറ്റിന്റെ വാല്യൂ എന്താവും, 0 ആവും, റെഡ്യൂസ്ഡ് ടു 0. എന്നാലോ ദ വാല്യൂ ഓഫ് ദി അസറ്റ് വിൽ നോട്ട് ബിക്കം 0 അല്ലെ ആഫ്റ്റർ ഇറ്റ്സ് ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. അല്ലെങ്കിൽ 0 എന്ന് വരെ പറഞ്ഞാൽ കേട്ടോ, വാല്യൂ എന്ത് ചെയ്യില്ല, 0 ആകൂല. അതുപോലെ തന്നെ അടുത്തെന്താണ്, അടുത്ത ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു നോക്കി. പിന്നെ നോട്ട് റിക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സ് ലോ അല്ലെ, ഇൻകം ടാക്സിലോ അംഗീകരിച്ച മെത്തേഡ് അല്ല, ഇതോ റിക്കഗ്നൈസ്ഡ് ബൈ ഇൻകം ടാക്സിലോ അംഗീകരിച്ച മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്. പിന്നെ ഏത് മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3, 4 അഞ്ചാമത്തെ ഒരു പോയിന്റ്, എളുപ്പമുള്ള പോയിന്റ് പറയാം. സൂട്ടബിൾ ഫോർ അസറ്റ് ഓഫ് ലെസർ വാല്യൂ അല്ലെ, ചെറിയ വാല്യൂ ഉള്ള അസറ്റിനാണ് ഇത് ഏറ്റവും അനുയോജ്യ. ഈ മെത്തേഡ്, സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഏറ്റവും അനുയോജ്യനാണ് ചെറിയ വാല്യൂ ഉള്ള അസറ്റിനാണ്. എന്നാലോ സൂട്ടബിൾ ഫോർ
suitable for having longer life and longer value അല്ലേ, കൂടുതൽ വാല്യൂ ഉള്ള അല്ലെങ്കിൽ പിന്നെ കൂടുതൽ കാലം നിൽക്കുന്ന അസറ്റിനാണ് ലോങ്ങർ ലൈഫ് ഉള്ള അല്ലെങ്കിൽ മോർ വാല്യൂ ഉള്ള അസറ്റിനാണ് ഏറ്റവും ഏത് അനുയോജ്യം, റിട്ടേൺ ഓൺ വാല്യൂ അനുയോജ്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ പഠിച്ചു വെക്കുക, ഒരു 4 പോയിന്റ് മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇനി അതേപോലെ ഇനി ഒരു ഇക്വേഷൻ കാണാം, നമുക്ക് ഇക്വേഷൻ നോക്കൂ, ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ കാണുന്നുണ്ടോ അല്ലേ, ഡിപ്രീസിയേഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് ഇക്വേഷൻ, ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ, ഡിപ്രീസിയേഷൻ ആനുവൽ ഡിപ്രീസിയേഷൻ കാണാൻ ഈക്വൽ ടു എന്താണ്, പിന്നെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അല്ലെ, എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ്. ഓക്കെ, അത് ഓർത്ത് വെക്കണ്ടോ. അപ്പൊ എന്താണ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ എന്താണ് എഫക്റ്റീവ് വർക്ക് ലൈഫ്. അതാണ് ഡിപ്രീസിയേഷൻ കാണാനുള്ള മെത്തേഡ്. ഡിപ്രീസിയേഷന്റെ പ്രോബ്ലം നമ്മൾ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവസാന സമയത്ത് നമുക്ക് ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊവിഷനും റിസർവ് നമ്മൾ ഡിഫറൻസ് എന്തൊക്കെയാണ് കേട്ടോ. പ്രൊവിഷൻ റിസർവ് നോക്കി, ഒന്ന് പ്രൊവിഷൻ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് നോൺ ലയബിലിറ്റി, നമുക്ക് അറിയുന്ന ഒരു ബാധ്യത മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് മാറ്റി വെക്കുന്നത്, പ്രൊവിഷൻ മാറ്റി വെക്കുന്നത്. എന്നാലോ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എന്റർപ്രൈസ് അല്ലെങ്കിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഏത് മാറ്റി വെക്കുന്നത്, റിസർവ് മാറ്റി വെക്കുന്നത്. ഇതെന്താണ്, നോൺ ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ പ്രൊവിഷൻ ആർ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, ഇത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇതോ റിസർവ് ഇസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ഇതെന്താണ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇത് ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്, അത് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ എളുപ്പമുള്ള പോയിന്റ് ഞാൻ പറയുന്നുട്ടോ, വളരെ എളുപ്പമുള്ള പോയിന്റ് നോക്കൂ. ഇതിൽ എന്താണ് അടുത്ത് നോക്കൂ, പ്രൊവിഷൻസ് ആർ ടു ബി ക്രിയേറ്റഡ് ഈവൻ ഇഫ് ദർ ഇസ് ഇൻസഫിഷ്യന്റ് പ്രോഫിറ്റ് ഓൺലി അല്ലെ, ഇൻസഫിഷ്യന്റ് പ്രോഫിറ്റ് ആണെങ്കിലും എന്ത് പിന്നെ മാറ്റി വെക്കണം, പിന്നെ പ്രൊവിഷൻ മാറ്റി വെക്കണം അല്ലെ. എന്നാലോ അതെന്താണ്, റിസർവ് ഈസ് ക്രിയേറ്റഡ് ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഓൺലി അല്ലെ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് മാറ്റി വെച്ചാൽ മതി, റിസർവ് മാറ്റി വെച്ചാൽ മതി അല്ലെ. അതുപോലെ ഇനി അടുത്ത പോയിന്റ്, ഏറ്റവും എളുപ്പമുള്ള പോയിന്റ്, ഇറ്റ് കനോട്ട് ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്, ബിസിനസിന്റെ പുറത്ത് ഈ പ്രൊവിഷന്റെ പൈസ എടുത്ത് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റില്ല. എന്നാലോ റിസർവ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഔട്ട്സൈഡ് ദ ബിസിനസ്, ബിസിനസിന്റെ പുറത്ത് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത നോക്കൂ, ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഈസ് നെസസറി ആസ് പെർ ലോ അല്ലെ, ആസ് നിയമപ്രകാരം ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ എന്താണ്, വളരെ അത്യാവശ്യമാണ്, നിർബന്ധമായിട്ടും മാറ്റി വെക്കണം. പ്രൊവിഷൻ എന്ന് പറയുന്നത് നിയമപ്രകാരം മാറ്റി വെക്കേണ്ട സംഗതിയാണ്. എന്നാലോ ഇറ്റ് ഈസ് നോട്ട് നെസസറി അല്ലെ, ഇറ്റ് ഈസ് ക്രിയേഷൻ ഈസ് നോട്ട് നെസസറി, അല്ലെങ്കിൽ എന്താണ് നെസസറി അത്യാവശ്യമില്ല, ഈ പ്രൊവിഷൻ റിസർവ് മാറ്റിക്കണം നിർബന്ധമല്ല, എന്നാലേ നിയമപ്രകാരം പ്രൊവിഷൻ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. പിന്നെ it reduces taxable profit, it has no effect on taxable profit, taxable profit എന്ത് ചെയ്യുന്നില്ല, അത് എഫക്ട് ചെയ്യുന്നില്ല, അത് ബാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ ടിക്കറ്റ് അത് നിങ്ങൾക്ക് പഠിക്കാം, ഏറ്റവും എളുപ്പമുള്ള പോയിന്റുകളാണ്. ഒന്ന് ഇത് പഠിക്കുക, പിന്നെ ഇത് കേട്ടോ. 1 2 3 4 5 ഏറ്റവും എളുപ്പമുള്ള 5 പോയിന്റുകൾ അതാണ്. എന്ത് ചെയ്യുക, നോക്കി വെക്കുക മക്കളെ. അപ്പൊ അതാണ് നമുക്ക് അവിടെ പറയാനുള്ള ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ്. എന്ത് നിങ്ങൾ ഓർത്തു കേട്ടോ. ഓക്കെ, ഇനി പിന്നെ ഡിപ്രീസിയേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്രീസിയേഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എന്താണ്, ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അല്ലെ, ഇഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് അല്ലെ. ഇതാണ് എന്ത് അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞല്ലേ. അതിന്റെ ഇക്വേഷൻ നോക്കി നമുക്കറിയാം, ഒറിജിനൽ കോസ്റ്റ് പറഞ്ഞാൽ മെഷീനറി വാങ്ങിയ വില എത്രയാണ്, 7000 രൂപക്കാണ് അത് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 7000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞിട്ട് ആ സാധനം വിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന വാല്യൂക്ക് പറയുന്ന പേരാണ് മക്കളെ എന്ത്, സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. എത്ര സ്ക്രാപ്പ് വാല്യൂ ഇവിടെ പറയുന്നുണ്ട്, എത്ര 1000 ആണ് സ്ക്രാപ്പ് വാല്യൂ. 1000 ബൈ നോക്ക് നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷമാണ് അതിന് വർക്കിംഗ് ലൈഫ്, 4 അല്ലെ. അപ്പൊ 6000 ബൈ എന്താണ് 4 അല്ലെ. അപ്പൊ എത്ര ഉണ്ടാവും, 2500 അല്ലെ, 2500 അല്ലേ. ഓക്കെ, 6000 സംശയം വേണ്ട, 6000 ബൈ എന്താണ് 4. ഓക്കെ, അത്ര ഉണ്ടാവും, സോറി 1500. ഓക്കെ 1500 കേട്ടോ, 1500. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക 1500. അതാണ് നമുക്ക് ആദ്യം അവിടെ പറയാനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം ഒക്കെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, അവസാനം ഒന്ന് ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഓക്കെ, നോക്കൂ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 8ഉം 9ഉം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നോക്കി, ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ മറക്കരുത്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഏതാണ്, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ ഇക്വേഷൻ മറക്കരുത് അല്ലേ. നെറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു എന്താണ്, പിന്നെ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ, അതും ഓർത്തു കേട്ടോ. യെസ്, ഓക്കെ. അതാ പിന്നെ CGS ന്റെ ഇക്വേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ്
പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വേജ്, കാരേജ് ഇൻവാർഡ്, ഫ്രൈറ്റ്, ഫ്യൂവൽ അല്ലെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് കേട്ടോ. പിന്നെ വേജ്, കാരേജ് ഇൻവാർഡ്, ഫ്രൈറ്റ്, ഫ്യൂവൽ കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കേട്ടോ. പ്രോഫിറ്റ് അല്ല, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിലെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് അല്ലെ. ഈ 3 എക്സ്പെൻസ് കൂടിയാണ്. അതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ. ഇത് 3ഉം കൂടിയതാണ് എന്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഇക്വേഷനോടെ ഓർത്ത് വെക്കുക. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് CGS അല്ലെ. ഓക്കെ, അപ്പം നെറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ട് നെറ്റ് സെയിൽസ് എത്ര ചോദ്യത്തില്? നെറ്റ് സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, കാരേജ് ഇൻവാർഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ, സെയിൽസ് നമ്മൾ ചോദ്യത്തിൽ തന്നിട്ടില്ലേ? ഓക്കെ, അത് വിട്ടുപോയതാണ് കേട്ടോ. സെയിൽസ് വിട്ടുപോയതാണ്. സെയിൽസ് 2 ലക്ഷമാണ് കേട്ടോ. അത് വിട്ടുപോയതാട്ടോ റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സെയിൽസ് നമുക്ക് കിട്ടി. സെയിൽസ് എത്രയാണ്? 2 ലക്ഷമാണ് നെറ്റ് സെയിൽസ് അല്ലേ. അപ്പോൾ നമ്മൾ CGS കാണണം. CGS ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10,000 പ്ലസ് പിന്നെ ഏതാണ്? പർച്ചേസ്, നെറ്റ് പർച്ചേസ് അല്ലേ. നെറ്റ് പർച്ചേസ് എന്ന് പറയുമ്പോൾ പിന്നെ ഈ പർച്ചേസ് റിട്ടേൺ കുറക്കണത് അല്ലേ. അപ്പോൾ 22,000 റിട്ടേൺ പോയാക്കി 20K ഉണ്ടാവും. പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് വേജും ക്യാരി രണ്ടും കൂട്ടിയത് എത്ര ഉണ്ട്? 5K ഉണ്ട്. മൈനസ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 5K ആണ് അല്ലേ. അപ്പോൾ നോക്കി, അപ്പോൾ എങ്ങനെയാണ്? പിന്നെ 10, 20, 30, 35 അല്ലേ. 35 5 10 20 30 35 5 പോയാൽ എത്ര ഉണ്ടാവും? 30 ഉണ്ടാവും അല്ലേ. 30,000 അതാണ് എന്ത്? CGS അല്ലേ. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് എത്രയാണ്? നെറ്റ് സെയിൽസ് 2 ലക്ഷം. 2 ലക്ഷത്തിൽ നിന്ന് 30K കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 1,70,000. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? നമുക്ക് കൂടുതൽ സമയം കേട്ടോ. അതുകൊണ്ടാണ് സാറ് വേറെ ഒരു ഇതിനും നിൽക്കാതെ കേട്ടോ. ഒക്കെ നിങ്ങൾക്ക് മാക്സിമം ഇത് കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാന്നുള്ള നിങ്ങളുടെ ടൈം പോകും കേട്ടോ. നിങ്ങൾക്ക് വീണ്ടും റിവിഷൻ നടത്തണമെങ്കിൽ ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ നിങ്ങളെ ചാറ്റിങ്ങും നിങ്ങളുടെ കാര്യങ്ങളും ഒന്നും നോക്കാത്തത് കേട്ടോ. ഞാനൊന്ന് ചെറുക്കൊന്നും കൂടി ഇല്ല. കാരണം എന്താ, പരീക്ഷകൾ ആ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉൾക്കൊള്ളുക, എന്നിട്ട് പോയി പരീക്ഷ കേട്ടോ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, നോക്കൂ. ഇനി നമ്മൾ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെ, പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. അഡ്ജസ്റ്റ്മെന്റ്സ് ഓർത്തുക്കണം. അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കി, ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെ. ക്ലോസിംഗ് സ്റ്റോക്ക് ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ് തരാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് തരാണെങ്കിൽ എവിടെ കാണിക്കണ്ടേ? ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡ് കാണിക്കുക? അസറ്റ് സൈഡിൽ കാണിക്കുക. മറക്കരുത് മക്കളെ. ഇനി അഡ്ജസ്റ്റ്മെന്റിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തരുന്നത് വെച്ചാൽ 2 സൈഡ് കാണിക്കും. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് കാണിക്കും അല്ലെ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കും അല്ലെ. അതാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്. മറക്കരുത് കേട്ടോ. ദെൻ അടുത്ത നോക്കൂ. അടുത്തത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അല്ലെ. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞത് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താ? ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് റിലേറ്റഡ് എക്സ്പെൻസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് അല്ലെ. ഡെബിറ്റ് സൈഡിൽ ആ എക്സ്പെൻസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഡെബിറ്റ് സൈഡിൽ ആ എക്സ്പെൻസിന്റെ കൂടെ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ്. ബാലൻസ് ഷീറ്റ് ഏത് സൈഡ് കാണിക്കും? ലയബിലിറ്റി സൈഡിൽ കാണിക്കും. മറക്കരുത് മക്കളെ, ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ അടുത്ത നോക്കും, പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് എന്താ ചെയ്യുക? അവിടെ ആഡ് ചെയ്തു. ഇവിടെ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി റിലേറ്റഡ് എക്സ്പെൻസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് അല്ലേ. ഡെബിറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്യും? കുറക്കും. ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസ് എന്ത് ചെയ്യും? നമ്മൾ കുറക്കും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ അവിടെ ലാബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ എന്ത് ചെയ്യും? അസറ്റ് സൈഡിൽ കാണിക്കും. അതെന്ത് ചെയ്യുക? ഓർത്തു കേട്ടോ. ഓക്കെ, ഇനി അക്രൂഡിംഗ് എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടാനുണ്ട്, നമ്മൾ വാങ്ങിയിട്ടില്ല അല്ലേ. അതെന്താ ചെയ്യുക? അത് ചെയ്യുക ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് റിലേറ്റഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡിൽ. ക്രെഡിറ്റ് സൈഡിൽ റിലേറ്റഡ് ഇൻകത്തിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യും? അത് കാണിക്കുകയും ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്. മറക്കല്ല മക്കളെ, ഓർത്ത് വെക്കണ്ടോ. ദെൻ അടുത്ത് നോക്കൂ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാം. നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ മുൻകൂട്ടി വാങ്ങിച്ചാൽ നമുക്ക് ലാബിലിറ്റിയാണ്, ബാധ്യതയാണ് അതല്ലേ. അപ്പോൾ അതിൽ ബാലൻസ് ഷീറ്റിൽ എന്തായാലും അത് ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. എന്നാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി റിലേറ്റഡ് ഇൻകം ഓൺ ക്രെഡിറ്റ് സൈഡിൽ. നമ്മൾ അക്രൂഡ് ഇൻകം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? അത് ഡിഡക്ട് ചെയ്യും. ഏത് ഇൻകാണോ ആ ഇൻകത്തിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഓർത്ത് കേട്ടോ. ഓക്കെ, ഡിപ്രീസിയേഷൻ
അപ്പോൾ ചോദിക്കും ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് അധികം വരിക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി റിലേറ്റഡ് അസറ്റ് ഓൺ ദി അസറ്റ് സൈഡ്. എന്ത് ചെയ്യും? ഏതാണോ ആ അസറ്റ്, ആ അസറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും, കുറക്കും. നമ്മൾ ഡിപ്രീസിയേഷൻ കുറക്കാറില്ലേ ഫൈനൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ? അപ്പോൾ എന്ത് ചെയ്യും? അത് ഡിഡക്ട് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അതവിടെ ഓർത്തു കേട്ടോ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ ചെയ്യുക? ഇതൊക്കെ ചോദിക്കട്ടെ മക്കൾ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. കാരണം എന്താണ്? അതൊരു എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. എന്നാൽ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും? ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ക്യാപിറ്റൽ ഓൺ ദി ലാബിലിറ്റി സൈഡ്. ലാബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്യും, അത് ആഡ് ചെയ്യും. നിങ്ങൾ ഓർത്ത് വെക്കുക, അത് ആഡ് ക്യാപിറ്റലിന്റെ കൂടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോക്കി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ട്രേഡ് ലോസ് അക്കൗണ്ടിൽ എന്താ വരിക? ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഏത് സൈഡ് കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കുക? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി ക്യാപിറ്റൽ ഓൺ ദി ലാബിലിറ്റി സൈഡ്. ക്യാപിറ്റൽ എന്ത് ചെയ്യും? കുറക്കും. അതേസമയം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്യാപിറ്റൽ കൂടെ ആഡ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യും? ലെസ് ചെയ്യണം. അതവിടെ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ അടുത്ത് നോക്കൂ, ബാഡ് ഡെപ്റ്റ് ആൻഡ് പ്രൊവിഷൻ. ബാഡ് ഡെപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ? മറക്കരുത് മക്കളെ. ബാഡ് ഡെപ്റ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇവിടെ സാധനം ഇല്ലേ ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എങ്ങനെ? ബാഡ് ഡെപ്റ്റ് എഴുതുക, ബാഡ് ഡെപ്റ്റ് എഴുതുക. അതിന്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക, ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക, പിന്നെ ലെസ് ഓൾഡ് പ്രൊവിഷൻ, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. മാർക്ക് ചെയ്തിട്ടോ മക്കളെ, അവിടെ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ? ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യുക, ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യുക, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇനി ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ബാലൻസ് ഷീറ്റിലാണെങ്കിൽ സൺട്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ഇവിടെ ആഡ് ചെയ്ത ഈ രണ്ട് സാധനമല്ല, ഇവിടെ ആഡ് ചെയ്തില്ലേ? ഈ രണ്ട് സാധനം ഇവിടെ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക, ലെസ്. ഓക്കെ, ലെസ് ചെയ്യുക. ലെസ് ചെയ്യാതൊക്കെ ഒന്ന് ഫർദർ ബാഡ് ഡെപ്റ്റും ലെസ് ചെയ്യുക, ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പ്രോബ്ലം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കാം. നോക്കി, ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ ചെയ്യാന്നുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നോക്കൂ. ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റ് അതേപോലെ ചെയ്താൽ ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ് അല്ലെ, ബാഡ് ഡെപ്റ്റ്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാട്ടത് കാണിക്കേണ്ടത് 2000. ഓക്കെ, ഇനി എന്താണ്? ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. നോക്കി, ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ് എത്രയാണ്? 1000. ഓക്കെ, ഇനി ആഡ് ന്യൂ പ്രൊവിഷൻ. ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം. അപ്പൊ ന്യൂ പ്രൊവിഷൻ കാണുന്ന ഡെപ്റ്റേഴ്സിന് മേലാണ്. ഡെപ്റ്റേഴ്സ് പറയാം 32,000. ആ 32,000 നിന്ന് എന്ത് കുറക്കണം? ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ട് വേണം ന്യൂ പ്രൊവിഷൻ കാണാം. ഫർദർ ബാഡ് ഡെപ്റ്റ് എത്ര ഉണ്ട്? 31,000. 31,000 ഇൻറ്റു എത്ര ശതമാനം ന്യൂ പ്രൊവിഷൻ? ന്യൂ പ്രൊവിഷൻ എത്ര ശതമാനമാണ്? 5%. 5% ബൈ 100 അല്ലെ. 31,000 ഇൻറ്റു 5/100 അല്ലെ. ഓക്കെ, എത്ര ഉണ്ട്? 1550. അപ്പോൾ 1550 ആണ് ന്യൂ പ്രൊവിഷൻ. അവിടെ കൂട്ടി 3000, 4550. ഇനി ഓൾഡ് പ്രൊവിഷൻ ഉണ്ടോ നോക്കി. ഓൾഡ് പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്. അപ്പോൾ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ അതിന് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുക എത്രയാണ്? 3500 അല്ലെ. 3500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 4550 മൈനസ് 3500. ഓക്കെ, എത്ര ഉണ്ടാവും? 1050. എത്ര എമൗണ്ട് എത്ര ഉണ്ടാവും? 1050 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യേണ്ട എമൗണ്ട്. മക്കളെ മാർക്ക് ചെയ്തിട്ടോ. ആ ഫോർമാറ്റ് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. ഇനി ബാലൻസ് ഷീറ്റിൽ എന്താ ചെയ്യാൻ നോക്കി. ബാലൻസ് ഷീറ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിൽ ചെയ്യേണ്ടത് എന്താ ചെയ്യുക? ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സ് ചെയ്ത ഡെപ്റ്റേഴ്സ്. ഓക്കെ, ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ്? 32,000. ഇനി ഇവിടെ ആഡ് ചെയ്തില്ലേ? ഇവിടെ ആഡ് ചെയ്ത് രണ്ട് സാധനം അവിടെ ലെസ് ചെയ്യുക. ഒന്ന് ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ഫർദർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യുക. എത്രയാണ്? 1000. പിന്നെ ലെസ് ന്യൂ പ്രൊവിഷനും ലെസ് ചെയ്യുക. ന്യൂ പ്രൊവിഷൻ എത്ര മക്കളെ? ന്യൂ പ്രൊവിഷൻ എത്രയാണ്? 1550. ഇത് രണ്ടും ലെസ് ചെയ്യുക. അപ്പൊ അവിടെ ആഡ് ചെയ്ത സാധനം ഇവിടെ ലെസ് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് നോക്കി എത്രയാണ്? 32,000 മൈനസ് 1000 മൈനസ് 1550. ഓക്കെ, അപ്പോൾ ഉണ്ടാവും 29,450. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആ കാൽക്കുലേഷൻ ചെയ്യുക. മാർക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്ത് പോവാം. ഇനി ബാഡ് ഡെപ്റ്റ് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ബാഡ് ഡെപ്റ്റ് ആദ്യം ബാഡ് ഡെപ്റ്റ് ചെയ്ത് അതിലേക്ക് ഈ സാധനം ആഡ് ചെയ്യുക, ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ സൺഡേ ഡെപ്റ്റേഴ്സ് ഇത് രണ്ടും ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ അവിടെ ഓർത്ത് വെക്കട്ടെ മക്കളെ.
ഓക്കെ, ഇനി അഡ്ജസ്റ്റിംഗ് കൺട്രീസ് ആണ്. പെട്ടെന്ന് പറഞ്ഞു പോകാൻ, അഡ്ജസ്റ്റിംഗ് കൺട്രീസ് ഒരിക്കലും മിസ്സാക്കിയത് മക്കളെ. അഡ്ജസ്റ്റിംഗ് കൺട്രീസ് നോക്കി, ഒന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റിംഗ് കൺട്രി എന്താണ്? എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അതുപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റിംഗ് കൺട്രി എന്താണ്? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ തല തിരിഞ്ഞു വരുന്നത്. പിന്നെ അക്രൂഡ് ഇൻകം എന്താണ്? അയിമ തന്നെ തുടങ്ങുക. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ടു ഇൻകം മാറിയത്. പിന്നെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇൻകം അക്കൗണ്ട് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, ദെൻ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു ഫിക്സ്ഡ് അസറ്റ്, ആ അസറ്റിന്റെ പേര് കൊടുക്കണ്ടോ? ഫിക്സ്ഡ് അസറ്റ്. പിന്നെ അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ് ആണെങ്കിൽ എന്താണ്? ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ടു സൺട്രി ഡെപ്റ്റേഴ്സ്, അല്ലേ? അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, ആദ്യം ഡ്രോയിങ്സ് വരും, ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട എന്ത്? അഡ്ജസ്റ്റിംഗ് കൺട്രീസ്. മാറിപ്പോകരുത്, പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ. ഇനി അടുത്ത് എന്താണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ സെർട്ടൻ groups in a particular order, അല്ലെങ്കിൽ arrangement of assets and liabilities in a particular order എന്ന് മാത്രം എഴുതിയാലും മതി. എന്താണ്? അസറ്റ് ലയബിലിറ്റി ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്, അല്ലേ? രണ്ട് ഓർഡർ ഉണ്ട്, ലിക്വിഡിറ്റി ഓർഡർ ഉണ്ട്, പെർമനൻസി ഓർഡർ ഉണ്ട്. അതോടെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ലിക്വിഡിറ്റി ഓർഡർ ഇവിടെ കൊടുക്കേണ്ടത് കറന്റ് അസറ്റിന്റെ ലിക്വിഡിറ്റി ഓർഡർ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, പിന്നെ ക്യാഷ് ഇൻ ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ക്ലോസിംഗ് സ്റ്റോക്ക്. മാറിയത് കേട്ടോ. ഫിക്സ്ഡ് അസറ്റ് ആദ്യം ഫർണിച്ചർ കേട്ടോ, ഇത് ഇവിടെ വന്നിട്ട് ഫർണിച്ചർ കൊടുക്കുക. ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, ഗുഡ്വിൽ കേട്ടോ. അവിടെ ഓർത്ത് കേട്ടോ. ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുപോലെ തന്നെ ഗുഡ്വിൽ. മക്കളെ മാറിപ്പോകരുത്, ഇങ്ങനെയാണ് ഫിക്സ്ഡ് അസറ്റിന്റെ ഓർഡർ കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതാൻ പറയുമ്പോൾ ആദ്യം കറന്റ് അസറ്റ് എഴുതിയിട്ട് നിങ്ങൾ ഫിക്സ്ഡ് അസറ്റ് എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ കറന്റ് അസറ്റ് ചെയ്യുമ്പോൾ കറന്റ് അസറ്റ് അഡിങ് ചെയ്താൽ, ഫിക്സ്ഡ് അസറ്റ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് അഡിങ് ചെയ്ത് കേട്ടോ. ഇനി കറന്റ് ലാബിലിറ്റിന്റെ ഓർഡർ എന്താണ്? ഒന്ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അല്ലെ? അതുപോലെ തന്നെ ബിൽസ് പേയബിൾ, പിന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതാണ് കറന്റ് ലയബിലിറ്റിന്റെ ലിക്വിഡിറ്റി ഓർഡർ. ഇതിന്റെ പെർമനൻസി ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ, ഇതിന്റെ പെർമനൻസി ഓർഡർ ചെയ്താൽ പറഞ്ഞാൽ ആദ്യം ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ അക്രൂഡ് ഇൻകം, പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അങ്ങനെ ഇവിടുന്ന് അടിയിൽ അങ്ങോട്ട് പോകും. ഇതിന്റെ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ഗുഡ്വിൽ വരും, പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പിന്നെ ഫർണിച്ചർ വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. മക്കളെ തെറ്റിക്കരുത്, കൃത്യമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ട്രേഡ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് നോക്കുക. ട്രേഡ് അക്കൗണ്ടിൽ ഫസ്റ്റ് വരിക ഓപ്പണിംഗ് സ്റ്റോക്ക് വരും, പിന്നെ പർച്ചേസ് ചെയ്ത, പിന്നെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ കുറക്കുക, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ചെയ്ത. ക്രെഡിറ്റ് ഭാഗത്ത് എന്തൊക്കെ വരിക? സെയിൽസ് വരും, പിന്നെ സെയിൽസ് റിട്ടേൺ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. ഇതാണ് ട്രേഡ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് കേട്ടോ. ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കാരേജ് ഇൻവാർഡ്, വേജ്, ഇമ്പോർട്ട് ഡ്യൂട്ടി, ഒക്ട്രോയി, ഫ്രൈറ്റ്, ക്ലിയറിംഗ് എക്സ്പെൻസ്, ഫ്യൂവല്, ഗ്യാസ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് വേജും കാരേജ് ഇൻവാർഡ്, ഫ്രൈറ്റും ഒക്ട്രോയും ഒക്കെ എന്ത് ഞങ്ങൾ ഓർത്ത് വെക്കട്ടോ. അതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് രൂപം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിലെന്തൊക്കെ വരും? പിന്നെ പവർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഡോക്ക് ഡ്യൂസ് ഉണ്ട്, കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്, കാർട്ടേജ് ഉണ്ട്. അതൊക്കെ എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കൂ. ഒന്ന്, it increases the earning capacity of the business. ബിസിനസിന്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ് ഏത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. കഴിഞ്ഞ കൊല്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇറ്റ് ഇൻക്രീസസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്, ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ദെൻ പിന്നെ എന്താണ് ഈ എന്താ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എക്സ്പെൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻകേർഡ് ടു അക്വയർ ഫിക്സ്ഡ് അസറ്റ്, അല്ലെ? ഫിക്സ്ഡ് ഓഫ് ദി ബിസിനസ്, അല്ലെ? ഫിക്സ്ഡ് അസറ്റ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഫിക്സ്ഡ് അസറ്റ് കരസ്ഥമാക്കാൻ വരുന്ന ചെലവാണ് ഏത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ ഇതോ ഇൻകേർഡ് ഡേ ടു ഡേ ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ദൈനംദിന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പെൻസ് ആണ് ഏത്? പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ നോൺ റെക്കറിംഗ് ഇൻ നേച്ചർ, ആവർത്തനം ഉണ്ടാവില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവർത്തിച്ച് ഉണ്ടാവില്ല. എന്നാൽ ഇതെന്താണ്? റെക്കറിംഗ് നേച്ചർ, ആവർത്തിച്ച് വരും. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉദാഹരണമാണ് സാലറി കൊടുക്കുക, റെന്റ് കൊടുക്കുക, വേജ് കൊടുക്കുക. അതൊക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉദാഹരണം. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുക, ഫർണിച്ചർ വാങ്ങുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിൽഡിംഗ് വാങ്ങും. ഒരു ബിൽഡിംഗ് നമ്മൾ ഉപയോഗിച്ചാൽ അതിന് കുറെ കാലം ഉപയോഗിക്കൂലേ? ഓക്കെ, അപ്പൊ അതാണ് റെക്കറിംഗ് നേച്ചർ. ആവർത്തനം ഇല്ല, ഇതാവർത്തന സ്വഭാവമുണ്ട്. പിന്നെ എന്താണ്? ബെനിഫിറ്റ്സ് മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് പീരിയഡ്, അല്ലെ? ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? എന്നാൽ അതോ നോർമലി ബെനിഫിറ്റ് ഓൺലി വൺ അക്കൗണ്ടിങ് ഇയർ, വിത്തിൻ വൺ അക്കൗണ്ട് ഇയർ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. എന്നാൽ ഇത് ഒരു അക്കൗണ്ടിങ്ങിന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. എന്നാലോ പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു പോയിന്റ്, ഏറ്റവും എളുപ്പമുള്ള പോയിന്റ്, ഷോൺ ഓൺ ദി അസറ്റ് സൈഡ്, അല്ലെ? അസറ്റ് സൈഡിലാണ് കാണിക്കുക. എവിടെ കാണിക്കുക? അസറ്റ് സൈഡിലാണ് ഇത് കാണിക്കുക. എന്നാലോ ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡ് കാണിക്കും? പിന്നെ ഏത് സൈഡ് കാണിക്കും? പിന്നെ ഡെബിറ്റ് സൈഡിൽ
കാണിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും ഓർത്തേക്കുക. ഈ 5 പോയിന്റ് എളുപ്പമുള്ള 5 പോയിന്റാണ് ഞാൻ ടിക്കറ്റ് വെച്ചത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ഓർത്തേക്കുക കേട്ടോ. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പിന്നെ ഒരു ഇതാണ് നമുക്ക് ചെയ്യാനുള്ള നേരം വലിയൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതിലൊന്നും ഞാൻ നമുക്ക് ചെയ്യൂല. നമ്മൾ എല്ലാത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞത്. എല്ലാത്തിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ വളരെ പെട്ടെന്ന് എല്ലാത്തിൻ്റെ ഒരു ഫോർമാറ്റ് പറയുന്നത് നോക്കി. പിന്നെ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റാണ് മക്കളെ. ആദ്യം എമൗണ്ട് റിസീവ്ഡ് എഴുതണം, പിന്നെ ഡേറ്റ് എഴുതണം, പിന്നെ പെർട്ടിക്കുലേഴ്സ്, പിന്നെ ടോട്ടൽ ഇറങ്ങണം. പിന്നെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, പെന്നി പെൻസിലൊക്കെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലാണ് ഇവർ കേട്ടോ. പോസ്റ്റേജിൻ്റെ ടെലഗ്രാം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു കേട്ടോ. അതിൻ്റെ ഫോർമാറ്റ് ആണ്. പിന്നെ ഡബിൾ കോളത്തിൻ്റെ ഫോർമാറ്റ് ഇതാണ് നോക്കി. എന്താണ് ഡേറ്റ്, റെസീപ്റ്റ്, LF, ക്യാഷ്, ബാങ്ക് അല്ലേ. സിംഗിൾ കോൾ ആണെങ്കിൽ ബാങ്ക് കോൾ ഉണ്ടാവില്ല, ക്യാഷ് കോൾ മാത്രം ഉണ്ടാവും അല്ലേ. അതുപോലെ ഡേറ്റ്, പേയ്മെന്റ്, LF, ക്യാഷ്, ബാങ്ക് കേട്ടോ. അപ്പോൾ ആ ഫോർമാറ്റ് ഓർത്ത് വെക്കുക കേട്ടോ. ഫോർമാറ്റ് ഓർത്ത് വെക്കുക മക്കളെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് നോക്കി പർച്ചേസ് ബുക്കിന്റെ ഫോർമാറ്റ് ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ. ചിലപ്പോൾ സപ്ലയർ നെയിം ഇൻവോയ്സ് നമ്പർ ഇവിടെ വരുന്നുണ്ടോ ഡേറ്റ് കഴിഞ്ഞിട്ട്, എന്നാലും അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഡേറ്റ്, നെയിം ഓഫ് സപ്ലയർ, ഇൻവോയ്സ് നമ്പർ, LF, എമൗണ്ട് കേട്ടോ. നെയിം ഓഫ് സപ്ലയർ ആണ് മാറുന്നത്. ഇതാണ് നിങ്ങൾ ഓർത്തേക്കേണ്ടത് സപ്ലയർ. എന്നാലേ സെയിൽസ് ബുക്ക് എത്തിയപ്പോൾ നോക്കി സെയിൽസ് ബുക്കിൽ അതേ ഫോർമാറ്റ് തന്നെ നെയിം ഓഫ് കസ്റ്റമർ എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അവിടെ സപ്ലയർ, ഇവിടെ കസ്റ്റമർ, വേറെ മാറ്റമൊന്നുമില്ല കേട്ടോ മക്കളെ. അവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഓക്കെ, ഇനി പർച്ചേസ് റിട്ടേൺ ബുക്ക്, അത് സെയിൽസ് റിട്ടേൺ ബുക്ക് ആണെങ്കിൽ എന്ത് ഇതേ തന്നെ ഇവിടെ മാറുമ്പോൾ എന്താവും ഡെബിറ്റ് നോട്ട്, സോറി ഇവിടെ ക്രെഡിറ്റ് നോട്ട് ആവും കേട്ടോ. സെയിൽസ് റിട്ടേൺ ആവും ഇവിടെ എന്താവും ക്രെഡിറ്റ് നോട്ട് ആവും കേട്ടോ. ചെയ്യലൊക്കെ പർച്ചേസ് ബുക്കും സെയിൽസ് ബുക്കും പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്ക് ഒരേപോലെയാണ് ചെയ്യൽ കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം പറയാത്തത് അതേപോലെ ചെയ്യുക. ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ, മാറ്റുള്ളൂ, ചേഞ്ച് ഉള്ളൂ. ഇവിടെ സെയിൽസ് റിട്ടേൺ ബുക്ക് ആണെങ്കിൽ ഈ കസ്റ്റമർ പിന്നെ ഇതേപോലെ തന്നെ വരും. ഇവിടെ ഈ ഇൻവോയ്സിലോർത്ത് എന്താവും ക്രെഡിറ്റ് നോട്ട് ആവും. ഇനി അതേസമയം ഇങ്ങോട്ട് വരി, ഇവിടെ പർച്ചേസ് റിട്ടേൺ ബുക്ക് ആണ്. പർച്ചേസ് റിട്ടേൺ ബുക്ക് ആവും ഇതേ ഫോർമാറ്റ് വരും. ഈ ഇൻവോയ്സ് നമ്പറിലോർത്ത് എന്താവും ഡെബിറ്റ് നോട്ട് ആവും, ഡെബിറ്റ് നോട്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക അവിടെ ഓർത്ത് വെക്കുക. അപ്പൊ അത്രയാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ പറയാം. അത്രയും കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇതിൻ്റെ ഒരു ചോദ്യം ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കി. പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് കാട്ടിത്തരാം, നിങ്ങൾ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി കാട്ടിത്തരാം കേട്ടോ മാഷ് കേട്ടോ. ഓക്കെ, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അല്ലേ. ഓക്കെ നോക്കി. പിന്നെ അമർ പർച്ചേസ് എ ഫർണിച്ചർ ₹1 lakh അല്ലേ. അപ്പോൾ ഡേറ്റ് എന്നാ വാങ്ങിയത് 1 January 2018 വാങ്ങി, ക്യാഷ്. ഓക്കെ, എത്ര രൂപയ്ക്ക് വാങ്ങി? 1 ലക്ഷത്തിന് വാങ്ങി അല്ലേ. ബിസിനസ് അവസാനിക്കുന്ന ഡിസംബറിലാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ December 31 കാണിക്കണം. ഡിപ്രീസിയേഷൻ ഓക്കെ, ഏത് മെത്തേഡാണ്? അണ്ടർ ബോത്ത് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ചെയ്യുന്നത്. ആദ്യം സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ എത്ര ശതമാനം? 10%. 1 ലക്ഷത്തിന് 10% എത്ര ഉണ്ടാവും? 10,000 ഉണ്ടാവും. ഓക്കെ, ബാലൻസ് ചെയ്യുക. 1 ലക്ഷത്തിൽ നിന്ന് പോയ ബാക്കി എത്ര ഉണ്ടാവും? 90,000. ബാലൻസ് ക്യാരി ഡൗൺ. അതിനങ്ങോട്ട് ഇറക്കി ചെയ്തുക. ബാലൻസ് ബ്രോ ഡൗൺ 90. ഓക്കെ, അപ്പോൾ 1/1/2019. ഓക്കെ, ദെൻ അടുത്ത വർഷം December 31 ഡിപ്രീസിയേഷൻ മക്കളെ. ഡിപ്രീസിയേഷൻ അല്ലേ. ഡിപ്രീസിയേഷൻ നമ്മളോട് ഇവിടെ എത്ര വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു 3 വർഷം നമുക്ക് ചെയ്തു നോക്കാം. 3 വർഷം പറഞ്ഞിട്ട് നമ്മൾ 3 വർഷം ചെയ്യാം ഡിപ്രീസിയേഷൻ. ഓക്കെ, എത്രയാണ്? 10,000 ഡിപ്രീസിയേഷൻ. അപ്പോൾ ബാലൻസ് ചെയ്യുക 90K. ഇവിടെയും 90K എന്ന് പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 80K. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ. ആ പൈസ എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് ചെയ്താൽ അപ്പോൾ 90K ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, അപ്പോൾ 1/1/20. 3 വർഷം നമ്മൾ ജസ്റ്റ് 3 വർഷം ചെയ്യണം. December 31 ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. അതാണ് ഏത് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. കഴിഞ്ഞു, ബാലൻസ് ചെയ്യുക. ഓക്കെ, 90K എന്ന് പിന്നെ എന്ത് പോയി? 10,000 പോയ ബാക്കി 8,000 ഉണ്ടാവും. അപ്പോൾ അത് ക്യാരി ഡൗണ്. ആ പൈസ നേരെ ഇങ്ങോട്ട് ഇറക്കി ചെയ്തി 80,000 ബാലൻസ് ബ്രോ ഡൗൺ. ഡേറ്റ് 1/1/20. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഞങ്ങൾ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ഞാൻ മറ്റത് സ്ട്രൈറ്റ് ലൈൻ ഈ ഇതിൽ തന്നെ ഏത് മെത്തേഡ് WD മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. WD മെത്തേഡ് മക്കളെ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മ ഒന്ന് പുതുക്കുക എന്നുള്ള മാത്രം അതിന് ലക്ഷ്യം കേട്ടോ. ഓക്കെ, അതുകൊണ്ട് മാഷ് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നോക്കൂ, പിന്നെ എന്താണ് ആദ്യ ഡേറ്റ് 1/1/2018 ക്യാഷ് 1 ലക്ഷം അല്ലേ. ഓക്കെ, December 31 ഡിപ്രീസിയേഷൻ കാണിക്കുക. December 31 ഡിപ്രീസിയേഷൻ. ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ. റിട്ടേൺ ഡൗൺ വാല്യൂ ഡിപ്രീസിയേഷൻ നമുക്കറിയാം 10% ആകുമ്പോൾ 10,000 ഡിപ്രീസിയേഷൻ. ഓക്കെ, ബാലൻസ് ചെയ്യുക 1 ലക്ഷം
1 ലക്ഷം. 1 ലക്ഷത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബാക്കി 90K ഉണ്ടാവും. ബാലൻസ് ക്യാരി ഡൗൺ. അതിനങ്ങോട്ട് ഇറക്കി ചെയ്തു മക്കളെ, ഇറക്കി ചെയ്തു. അപ്പോൾ 90K ബാലൻസ് ബ്രോഡ് ഓൺ 1/1/2019. ഓക്കെ, ഇനി ഡിപ്രീസിയേഷൻ ഡിസംബർ 31 2019 ഡിപ്രീസിയേഷൻ. ഓക്കെ, നമ്മളെ മെത്തേഡ് മാറി. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണ്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഈ അമൗണ്ട് നേരെ എടുത്ത് ചെയ്യാൻ മതി. ഇത് ഏതാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. അപ്പം ഇനി ഈ ബാലൻസ് ബ്രോഡ് ഉണ്ട് 10% നമ്മൾ കാണുന്നത്. അതിന് 10% പറഞ്ഞാൽ 9000 ഉണ്ടാവും. 90,000 ഇൻറ്റു 10% ചെയ്താൽ മതി, 9000 ഉണ്ടാവും. ഓക്കെ, ബാലൻസ് ചെയ്യുക. ഇവിടെ അല്ല, ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നോക്കി 90K എന്ന് 9K പോയാൽ 81,000 ഉണ്ടാവും. 81,000 ബാലൻസ് ക്യാരി ഡൗൺ. ആ പൈസ ഇങ്ങോട്ട് ഇറക്കി ചെയ്ത് 81,000 ബാലൻസ് ബ്രോഡ് ഓൺ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ദെൻ അപ്പോൾ 1/1/2020 ഇനി മൂന്നാമത്തെ വർഷം ഡിസംബർ 31 2020 ഡിപ്രീസിയേഷൻ. ഓക്കെ, ഇനി നമ്മൾ കാണുമ്പോൾ എത്രയാണ് നമ്മൾ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്ത് അതിൻ്റെ 10%, 81,000 10% പറഞ്ഞാൽ 8,100 ഉണ്ടാവും. ഓക്കെ, 8,100. ഓക്കെ, നമ്മൾ ബാലൻസ് ചെയ്ത് നമ്മൾ 3 വർഷത്തെ മാത്രമാണ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, 3 വർഷത്തെ 81K, അതുപോലെ 81Kയിൽ നിന്ന് 81,000 നിന്ന് 8,100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 72,900 ഉണ്ടാവും. 72,900 ബാലൻസ് ക്യാരി ഡൗൺ. ആ പൈസ ഇങ്ങോട്ട് ഇറക്കി ചെയ്ത 72,900 ബാലൻസ് ബ്രോഡ് ഡൗൺ. ഡേറ്റ് 1/1/2021. ഓക്കെ, അപ്പോൾ എത്രയാണ് മക്കളെ ഉള്ളത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാം. നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് നമുക്ക് ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആണ്. നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ കൂളായിട്ട് പോയിട്ട് പരീക്ഷ വളരെ ഹാപ്പി ആയിട്ട് എഴുതുക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് സാവധാനം വളരെ റിലാക്സ് ആയിട്ട് പരീക്ഷ എഴുതണം. നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടും. എല്ലാവരും ഉഷാറാവും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.